ധന്യമാക്കണം. അതിന് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട സപ്പോർട്ട് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് കിട്ടി. ബാഹ്യമായും കിട്ടി, ആന്തരികമായും കിട്ടി. ആന്തരികമായി എന്ന് പറഞ്ഞാൽ നമ്മളെ എപ്പോഴും നന്മയിൽ നിന്ന് വിലക്കാറുള്ള പിശാചുക്കളെ അള്ളാഹു തആല പിടിച്ചു കെട്ടി. നമ്മളെ ആകർഷിക്കുന്ന നരകത്തിന്റെ വാതിലുകൾ അള്ളാഹു തആല പൊട്ടിയടച്ചു. നമ്മുടെ പ്രതീക്ഷയായി സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിട്ടു. നമുക്ക് പ്രചോദനമായി ആകാശത്തിൽ നിന്ന് മലക്കുകൾ നമ്മളെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആന്തരികവും ബാഹ്യവുമായ എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക് ചെയ്തു തരേണ്ടത് അതൊക്കെ അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ട്. വല്ലതും കുറവുണ്ടോ? ആർക്കെങ്കിലും പറയണ്ടോ ഇന്ന ഒരു സൗകര്യം കൂടി എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ റമദാനിനെ മനോഹരമാക്കുമായിരുന്നു എന്ന് പറയാൻ എന്തെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടോ? ഇല്ല. ഇപ്പൊ പന്ത് നമ്മളെ കാൽപ്പന ഒന്നുകിൽ പോസ്റ്റിലേക്ക് അടിച്ച് ഗോളാക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് അടിച്ച് തോൽക്കാം. അത് രണ്ടും തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് എത്ര കാലം ഉണ്ടാവും പറയാൻ പറ്റില്ല. പറഞ്ഞല്ലോ ചിലപ്പോ നാളെ തന്നെ മുടങ്ങിയേക്കാം. ഒക്കെ പറച്ചോനെ ഒരു നിസ്കാരം പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ പൂതിയായി എന്ന് പറഞ്ഞ റമദാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു തറാവീഹ് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ കൊതിയായി എന്ന് പറഞ്ഞ റമദാനും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന് വരില്ലെന്ന് പറയാൻ പറ്റില്ല. നാളെ തന്നെ തിരിച്ചു വന്നേക്കാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെ ആ അനുഗ്രഹം നഷ്ടപ്പെടും മുമ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വരും, 5 സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നേക്കും. അതിനു മുമ്പുള്ള 5 അവസരങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. രോഗത്തിന് മുമ്പ് ആരോഗ്യമുള്ള അവസ്ഥ തന്നെ. രോഗം വന്നാൽ നാളെ വെറുതെ നെഞ്ചുവേദന വന്ന് നാളെ മഞ്ചേരി കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ICUലായി. റമദാനെ കുറിച്ച് ഓർക്കാൻ പോലും സമയം കിട്ടില്ല. നോമ്പ് പിന്നല്ലേ. ഇത് റമദാൻ മാസമാണെന്നുള്ള ഓർമ്മ പോലും പോകും ചില രോഗങ്ങൾ വന്ന് പെട്ടാൽ. അപ്പൊ രോഗത്തിന് മുമ്പ് നിന്റെ ആരോഗ്യ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ശരിക്കും ഉപയോഗിക്കണം. ദാരിദ്ര്യത്തിന് മുമ്പ് നിന്റെ സമ്പന്നത ഉണ്ടല്ലോ, അതിനെ ശരിക്കും ഉപയോഗിക്കണം. തിരക്കുകൾക്ക് മുമ്പ് ഒഴിവ് സമയമുണ്ടല്ലോ, അതിനെ ശരിക്കും ഉപയോഗിക്കണം. വാർദ്ധക്യത്തിന് മുമ്പുള്ള നിന്റെ യുവത്വമുണ്ടല്ലോ, അതിനെ ശരിക്കും ഉപയോഗിച്ചോളണം. മരിക്കുന്നതിന് മുമ്പുള്ള നിന്റെ ആയുസ്സുണ്ടല്ലോ, 5 കാര്യങ്ങളാ പറഞ്ഞേ. ഈ 5 കാര്യങ്ങളെ കിട്ടുമ്പോ ഉപയോഗിക്കണം. ഇന്നത്തേക്ക് വെച്ചാലേ നടന്നോണമെന്നില്ല, പെട്ടെന്ന് അവസാനിപ്പിച്ചു. അപ്പോ ഇപ്പോ ഇന്ന് വരെ നമ്മുടെ മുമ്പിൽ എല്ലാ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും വാതില് അല്ലാഹു തആല മലർക്കെ തുറന്നിട്ടിട്ടുണ്ട്. എപ്പോഴാണ് കുട്ടി അടക്കുന്നത് പറയാൻ പറ്റില്ല. അവ കിട്ടിയ സമയം നമ്മൾ ശരിക്ക് ഉപയോഗപ്പെടുത്തണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത് ഓതാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിലെ 77-ാമത്തെ ആയത്താണ്. ഈ ആയത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂട്ടത്തിലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരാളായിരുന്നു ഹാറൂൻ. വളരെ ദരിദ്രനായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത പാവായിരുന്നു. ജീവിതത്തിന്റെ 2 അറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ വല്ലാതെ പ്രയാസപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഹാറൂൻ മൂസാ നബിയോട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. മൂസാ നബി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി, സമ്പന്നനാകുന്നതിനേക്കാൾ നല്ലത് പാവപ്പെട്ടവനായിട്ട് ഈ കോലത്തിൽ ജീവിക്കലാണ് കേട്ടോ. പക്ഷെ അദ്ദേഹം വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് തൊട്ടതൊക്കെ പൊന്നാക്കി മാറ്റി ഹാറൂൻ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അദ്ദേഹത്തിന് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ സമയം കിട്ടാനേ എന്നോടൊപ്പം ഞാൻ തന്നെ പോട്ടെ, നിസ്കരിക്കാനൊന്നും നേരം കിട്ടുന്നില്ല. സകാത്തിന്റെ വിഹിതം പിരിക്കുവാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞയച്ച ആളെ ഹാറൂൻ മടക്കി. എന്താ പറഞ്ഞാലോ, ഇതേ എനിക്ക് വെറുതെ കിട്ടിയ സ്വത്തല്ല, ഞാൻ രാവും പകലും അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താണ്. ഞാൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക, നിങ്ങൾ കുറെ ആൾക്കാർ വെറുതെ തിന്നുക, ആണെങ്കിൽ അധ്വാനിച്ചോളി. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്താണ്, ഞാൻ തരില്ല. ഒരു പണക്കാരന്റെ എല്ലാ ധാർഷ്ട്യവും അഹന്തയും അയാളിൽ ഉണ്ടായി.
അള്ളാഹു നിനക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, കുടുംബം തന്നിട്ടുണ്ട്, സമാധാനം തന്നിട്ടുണ്ട്, സ്വാധീനം തന്നിട്ടുണ്ട്, അറിവ് തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹു തന്നതാ. ഈ അള്ളാഹു തന്നത് കൊണ്ട് നീ ആദ്യം അന്വേഷിക്കണം, അല്ലെങ്കിൽ തേടണം. നിനക്ക് ഈ ഭൂമിയിലെ നൈമിഷിക ജീവിതത്തിന് ശേഷം നിനക്ക് കടന്നു ചെല്ലാനുള്ള പാരത്രികമായ ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതത്തിനുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആദ്യം നീ റെഡിയാക്കി വെക്കണം. എങ്ങനെ? അള്ളാഹു നമുക്ക് നൽകുന്ന ഏതൊരു അനുഗ്രഹം, ആ അനുഗ്രഹം കൊണ്ട് ആദ്യം നമ്മൾ ശരിയാക്കേണ്ടത് നമുക്ക് ശാശ്വതമായി പാർക്കാനുള്ള നമ്മുടെ വീടാണ്, പാരത്രിക ഭവനം. പിന്നെ നാം കിട്ടുന്നത് മുഴുവനും പരലോകത്തിന് വേണ്ടി മാറ്റി വെക്കണം. വേണ്ട. എന്നാൽ ഈ ദുന്യാവിലെ ജീവിതത്തിൽ നിനക്ക് എന്താണോ വേണ്ടത് അത് എടുക്കാൻ നീ മറക്കും വേണ്ട. ഒരാള് എന്നോട് പറഞ്ഞു എനിക്ക് വീടില്ല, അയാളെ കുറച്ച് ദൂരെയാണ് അയാൾ പാട്. ഞാൻ അയാൾക്ക് 5 ലക്ഷം റുപ്യ കൊടുത്തിട്ട് പറഞ്ഞു, നാളെ വീടുണ്ടാക്കാനുള്ള പൈസ ഇതുകൊണ്ട് പോയിട്ട് നീ അവിടെ വീടുണ്ടാക്കിക്കോ. അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് അവിടെ എത്തേണ്ട വഴിച്ചെലവിൽ. ഞാൻ അയാളോട് പറഞ്ഞു ഈ തന്ന പൈസന്ന് നിന്റെ വഴിച്ചെലവിലുള്ളത് നീ എടുത്തോ, ബാക്കിയോട് പോയിട്ട് അവിടെ വീട് വെച്ചോളാം. അയാളൊക്കെ ചെയ്യാം. അയാളെ പോണ പോക്കില് നല്ല സബ്സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് അർമാദിച്ച് പൈസ മുഴുവനും 5 ലക്ഷത്തില് 4.5 ലക്ഷം ഈ യാത്രയിൽ കറങ്ങി പിന്നെ 50,000 അവിടെ എത്തി വീട് വെക്കാൻ കഴിയാതെ വരുമ്പോ നമ്മളെന്താ പറയാ, എടാ പൊട്ട എനിക്ക് ആ വീട് വെക്കാൻ പൈസ തരേ, അതിൽ നിന്ന് എന്റെ യാത്രാ ചെലവ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളവരുടെ വീട് വെക്കണം എന്ന് പറഞ്ഞ് എന്തൊരു പൊട്ടനാ അല്ലേ? നമ്മളെ പറ്റി അള്ളാഹു അങ്ങനെ പറയാം. അള്ളാഹു തആല ഈ ലോകത്ത് നമുക്ക് എല്ലാ കഴിവും സൗകര്യങ്ങളും സന്നാഹങ്ങളും ശേഷിയും സമ്പത്തും കുടുംബവും വിവരവും ബുദ്ധിയും വിവേകവും ഇതൊക്കെ അള്ളാഹു തന്നത് അതുപയോഗിച്ച് നമ്മുടെ പാരത്രിക ജീവിതം കൃത്യമാക്കാനാണ്. എന്നാൽ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് വീട് വേണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം, മക്കൾ വേണം, കുടുംബം വേണം, മരുന്ന് വേണം, ചെലവ് വേണം. അതിനുള്ളത് നിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിനക്ക് എടുക്കുകയും ചെയ്യാം. ഒരു പ്രയോറിറ്റി, ഒരു മുൻഗണനാക്രമമുണ്ട്. എന്ത് നിയമത്ത് കിട്ടിയാലും ആ നിയമത്ത് കൊണ്ട് നമ്മൾ ആദ്യമായി തേടേണ്ടത് എന്റെ പാരത്രിക ജീവിതത്തിന് വേണ്ടിയുള്ളത് വെക്കണം. ബാക്കി നമുക്ക് ഇവിടെ ജീവിക്കുവാൻ വേണ്ടി എടുക്കാം. പക്ഷെ നമ്മൾ ആ മുൻഗണനാക്രമം തെറ്റിച്ചു. നമ്മൾ എന്ത് കിട്ടിയാലും എന്ത് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും നമ്മൾ ആദ്യം തേടുന്നത് അതുകൊണ്ട് എന്റെ വീട് എങ്ങനെ വലുതാക്കാം, കാർ എങ്ങനെ വലുതാക്കാം, എന്റെ ജീവിതം എങ്ങനെ വലുതാക്കാം, ഇതാ തേടുക. അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പള്ളിക്ക് വേണ്ടിയുള്ള പിരിവോ ഒരു എത്തിങ്ങാന്റെ പിരിവാറിനോ നമ്മുടെ മുമ്പിൽ വരുമ്പോ ഈശോയുടെ നോട്ടിന്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ നോട്ടെടുത്തിട്ട് നമ്മളെ പക്കറ്റ് വിടും. അതെന്നെ പോയി നമ്മൾ വിചാരിക്കും ചെയ്യും. അള്ളാഹു തആല നമുക്ക് നിഅമത്ത് തരുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഏത് നിഅമത്ത് കിട്ടിയാലും ആ നിഅമത്ത് ആദ്യമായി നീ ഉപയോഗിക്കേണ്ടത് നീ ഒറ്റക്കാകുന്ന നിന്റെ പാരത്രിക ലോകത്ത് നിന്റെ ജീവിതം സുരക്ഷിതമാണ്. അവിടെ നമ്മൾ ഒറ്റക്ക. ഇവിടെ നമ്മളെ സഹായിക്കാൻ ആർക്കുണ്ട്? എവിടെ ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ പോയി പെട്ടാൽ പോലും ആത്മീയ പള്ളിയുടെ മുമ്പിൽ ഒരാൾ വിശന്ന് പണിഞ്ഞ് വീടുന്നിരിക്കുക. ആരാന്നറിയില്ല, എവിടുത്തുകാരനറിയില്ല, ജാതി അറിയില്ല, ഒന്നും അറിയില്ല. വിശന്നിട്ട് ഒരാൾ ഇവിടെ കുഴഞ്ഞു വീണാലേ എന്താ നമ്മൾ ചെയ്യാം? അയാളുടെ ഇന്നത്തെ വിശപ്പല്ല, കാലാകാലം അയാൾക്ക് വിശക്കാതിരിക്കാനുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കൂലേ? ഈ ലോകം അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും സഹായിക്കണ്ടാവും. പക്ഷെ സഹോദര, ഒരാളും നമ്മളെ സഹായിക്കാനില്ലാത്ത നയാ പൈസയുടെ ഒരു സഹായം പുറത്തുനിന്ന് പ്രതീക്ഷിക്കാനില്ലാത്ത ഒരു ലോകമാണ്. അവിടെ നമ്മൾ ഒറ്റക്ക. അപ്പല്ല, അമ്മല്ല, ഭാര്യല്ല, മക്കളില്ല, സഹോദരങ്ങളില്ല, പരിചയക്കാരില്ല, സംഘടനയില്ല, നേതാക്കളില്ല, പാർട്ടിയില്ല, അനുയായികളില്ല, ആരില്ല.
ദുനിയാവിന് വേണ്ടി, മക്കൾക്കും കുടുംബത്തിനും വേണ്ടി നമ്മൾ പെടാപാട് പെട്ടുകൊണ്ട് ജീവിക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു ഇത്തിരി നേരം നമ്മൾ നമുക്ക് വേണ്ടി ചെലവഴിക്കണം. നമുക്ക് വേണ്ടി സ്വാർത്ഥനാവും. എന്തിന്? പഠിച്ചോനെ എനിക്കും വേണ്ട എന്തെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കാൻ, സഹാബത്തെ, നിങ്ങൾ ആരെങ്കിലും അവനവന്റെ സ്വത്ത് അതിനെ സ്നേഹിക്കുന്നതിനേക്കാളേറെ ആരാന്റെ സ്വത്തിനെ സ്നേഹിക്കുക? നമ്മൾ 5 സെന്റ്, ആ 5 സെന്റ് നന്നാക്കാനല്ലാതെ അയൽവക്കക്കാരന്റെ 5 ഏക്കർ നന്നാക്കാൻ നമ്മൾ പോലല്ലോ. നമുക്ക് നമ്മുടെ 5 സെന്റ് അവർക്ക്. റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, റസൂലേ, സ്വന്തം സ്വത്തിനേക്കാളേറെ ആരാന്റെ സ്വത്തിനെ ആർക്കും ഇഷ്ടമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബത്തെ, ഒരാൾ മരണപ്പെടുമ്പോ അതിനു മുമ്പ് അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ അതാണ് അയാളുടെ സ്വത്ത്. അയാൾ മരിച്ചു പോകുമ്പോ ഈ ലോകത്ത് എന്ത് ബാക്കിയാക്കിയിട്ടുണ്ടോ അത് അയാളുടേതല്ല, അത് മറ്റു ചിലരുടെ സ്വത്താണ്. അപ്പൊ എന്റെ സ്വത്ത് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പത്തപ്പിരിയത്ത് അല്ലെങ്കിൽ ഇടപെട്ട ബാങ്കിൽ എന്റെ അക്കൗണ്ടിൽ 1 കോടി റുപ്യ ഉണ്ടെങ്കിലും അതിന്റെ സ്വത്ത് എന്ന് പറയാൻ പറ്റില്ല. എന്റെ സ്വത്ത് എന്ന് പറയണമെങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ ഞാൻ വല്ലതും കൊടുത്തിക്കണോ, ഞാൻ വല്ലതും ചെയ്തിക്കണോ, അതാണ് എന്റെ സ്വത്ത്. മറ്റേ നമ്മളതല്ല, അത് വേറെ ആളുടെ. എനിക്ക് ഒരു 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം മദ്യം പറഞ്ഞൊരു പരിചയം. 2 വീട്ടിലാണ്, ഒരു അകന്ന കുടുംബമാണ്. ഒരാൾ വളരെ പാവം, മറ്റേയാൾ ഇത്തിരി സാമ്പത്തിക ശേഷിയിലാണ്. ഒരാൾക്ക് 5 സെന്റ് ഭൂമിയുള്ളൂ, മറ്റേയാൾക്ക് കുറച്ച് അധികം ഭൂമിയുണ്ട്. ഈ 5 സെന്റുകാരുടെ മുറ്റത്ത് ഒരു തെങ്ങുണ്ട്. ആ തെങ്ങ് വളരുമ്പോ അതിന്റെ പട്ട നേരെ അങ്ങേ പറമ്പുകാരന്റെ മുറ്റത്തേക്ക് എത്തുക. അയാൾ ആ മുറ്റത്ത് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചു. അപ്പൊ ഈ തെങ്ങിന്റെ പട്ട അയാൾക്ക് എന്ത് എടുക്കാനാണ്. അതുകൊണ്ട് തന്നെ പട്ട വരുമ്പോഴേക്ക് അയാൾ വിട്ടു. അത് അവർക്കിടയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. തെറ്റി 2 കൂട്ടരും പലരും മദ്യം പറഞ്ഞു. പക്ഷേ ആ മദ്യമൊക്കെ പൊട്ടിപ്പോയി. അവര് ഒന്നായില്ല, നല്ല കച്ചറിയില്ല, കണ്ട മുണ്ടൂല, സലാം പറയില്ല, ഒന്നുമില്ല. അങ്ങനെ നടക്കുമ്പോ ഈ 5 സെന്റുകാരൻ, ഈ തെങ്ങിന്റെ ഉടമസ്ഥൻ, അയാൾ മരിച്ചു. അയാൾ മരിച്ചപ്പോ അയാൾക്ക് 3 മക്കളുണ്ട്. ഈ 5 സെന്റ് സ്ഥലം ഓരി വെക്കാൻ നല്ല പ്രയാസമാണ്. അപ്പൊ അവർ തീരുമാനിച്ച് 5 സെന്റ് സ്ഥലം വിറ്റിട്ട് അതിന്റെ വില ഓരി വെക്കാം. അങ്ങനെ അവർ 5 സെന്റ് സ്ഥലം വിറ്റ്. ആർക്കാ വിറ്റതറിയാം? അത് എടുത്തത് ഈ തൊട്ട ഈ കച്ചറക്കാരനാണ് എടുത്തത്. ഈ ആള് അയൽവാസിയോട് യുദ്ധം ചെയ്ത് വെച്ച് പിടിപ്പിച്ച തെങ്ങുണ്ടല്ലോ, ആ തെങ്ങുമത്തെ ആദ്യത്തെ തേങ്ങട്ടതാരകൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്ക് ആ 5 സെന്റ് അയാളുടേതായി. എന്തെങ്കിലും മനസ്സിലായി? നമ്മുടേതാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന, നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ ബാക്കി വെച്ചിരിക്കുന്ന സ്വത്തുണ്ടല്ലോ, അത് നമ്മുടേതല്ല. നമ്മുടേതായിരുന്നു എങ്കിൽ അത് മരണത്തിന് മുമ്പേ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടുമായിരുന്നു. എനിക്ക് ഈ പത്തപ്പിരിയത്ത് ഒരു 10 കോടി വിറ്റുവരവുള്ള ഒരു സ്ഥാപനം നിൽക്കുക. ഞാൻ അതൊരു മാനേജർക്ക് ചെയ്തു. ആ മാനേജറാണ് അതിന്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും വാങ്ങുന്നതും എടുക്കുന്നതും. ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപ അയാളെ കൈയോടെ കടന്നു പോകും. ഞാൻ അയാളെ ഒരു ദിവസം ജോലി നേടി തിരിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് വരെ പണിയെടുത്തിന്റെ ശമ്പളം തന്നോ അത് എടുത്തോളി, ബാക്കി കണക്ക് തീർത്തോളി, പോയിക്കോളി. അയാൾക്ക് എന്താ കിട്ടുക? കോടിക്കണക്കിന് രൂപ അയാളിൽ ഇരിക്കുന്ന മേശയുടെ വലിപ്പിലും അയാളുടെ മുമ്പിൽ അലമാരയുണ്ട്. തൊട്ടു മുമ്പത്തെ മിനിറ്റ് വരെ മൂപ്പരാണ് കൈകാര്യം ചെയ്യുക. ഒക്കെ അവിടെ വെച്ചിട്ട് അയാളെ കൂലിയായ 1000 2000 എണ്ണി കയ്യിൽ പിടിച്ച് കീശിയെടുത്തിട്ട് അയാൾ നടന്നു പോകും. ഇന്നലെ വരെ എന്റേതാണ് എന്ന് അയാൾ പറഞ്ഞിരുന്ന അത് മുഴുവനും വേറെ ഒരാളുടെ അവകാശിയായി. അയാളോ അയാൾ ചെയ്ത ജോലിക്ക് കിട്ടിയ കൂലി എന്തോ ആ കൂലിയും കൊണ്ട് അയാൾ പോയി. പിറ്റേന്ന് അയാൾ ഇപ്പോ എന്റെ ഓഫീസിന്റെ മുമ്പിൽ നോക്കിക്കും, പഠിച്ചോനെ ഞാൻ കൈകാര്യം ചെയ്തിരുന്ന കോടികൾ. അയാൾക്ക് സങ്കടമില്ല, കാരണം പൈസ അയാൾക്കല്ല. അപ്പോ ഇതാണ് ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെ അവസ്ഥ. ഇത്രയും കാലം ആമുഖമായി പറഞ്ഞുകൊണ്ട് ചില സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന്
സംസാരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ എന്റെ യാതൊന്നും നിങ്ങൾ ആദ്യം കേട്ടിരിക്കണം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം. സമ്പത്ത്, പണം, ഇത് ഞാൻ പറയുമ്പോൾ അത് പണക്കാർ കേൾക്കേണ്ട വിഷയമല്ലേ, അല്ലെങ്കിൽ അത് പൈസ വലിയ സമ്പന്നന് കേൾക്കേണ്ട വിഷയമല്ലേ? അല്ല, ഞാൻ ഈ പറയുന്ന വിഷയം എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന വിഷയം. കാരണം ഈ ലോകത്ത് പണം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യരുണ്ടാവില്ല, കൊച്ചു കുട്ടി പോലും ഉണ്ടാവില്ല, പണം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യരുണ്ടാവില്ല. അതുകൊണ്ട് ആ മനുഷ്യർക്കൊക്കെ ബാധകമായ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നാമതായി പറയുന്നത്, നമ്മുടെയൊക്കെ നാട്ടിലെ സമ്പന്നരായ ഒരു 4-5 ആൾക്കാരെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിലെ ഏറ്റവും ബുദ്ധിയുള്ള ആളുകളാണോ നമ്മുടെ നാട്ടിലെ സമ്പന്നരായത്? അഭിപ്രായം നമുക്ക് ഉണ്ടാവില്ല. കാരണം അതിനേക്കാൾ ബുദ്ധിയുള്ള ആൾക്കാർ 5 പൈസക്ക് ഗതിയില്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടാവും. ഏറ്റവും അറിവുള്ള ആളുകളാണോ സമ്പന്നരായത്? അല്ല, അതിനേക്കാൾ അറിവുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ, എനിക്കറിയാം, എന്റെ പ്രദേശത്ത് വലിയൊരു കോടീശ്വരനായ മനുഷ്യനായിരുന്നു. 4ാം ക്ലാസ് വരെ പഠിച്ചാണ്. അയാളുടെ സ്വത്ത് അതിന്റെ സെക്രട്ടറി ആയി നിന്നിരുന്നത് ഒരു MBA പാസ്സായ ഒരാളെ. 4ാം ക്ലാസ് ജയിച്ചിട്ടില്ലാത്ത ഉണങ്ങിയ ഒരാള് അദ്ദേഹത്തിന്റെ സ്വത്ത് കൈകാര്യം ചെയ്തിരുന്നത് MBA പാസ്സായ ഒരാളാണ്. ഇയാൾ കൊടുക്കുന്ന ശമ്പളം കൊണ്ട് നമുക്ക് ജീവിച്ചിനെ. അപ്പോ ബുദ്ധി, അറിവ്, ആരോഗ്യം, ഇതൊന്നും അല്ല ഈ ലോകത്ത് ധനികരെ ഉണ്ടാക്കിയിരിക്കുന്നത്. ചില ആൾക്കാർ ധനികരായി, ചില ആൾക്കാർ ഒന്നുമില്ലാത്തവരായി, ചില ആൾക്കാർ എന്തെങ്കിലും കണ്ടുവരായി. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ധനികരായതും ദരിദ്രരായതും? അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല ലോകത്തിന്റെ മുന്നിൽ. എന്നാൽ ഇസ്ലാമിൽ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി. എന്തുകൊണ്ട് അവർ ധനികരായി, എന്തുകൊണ്ട് ഇവർ ദരിദ്രരായി? ഈ ചോദ്യത്തിന് ഇസ്ലാം നൽകുന്ന കൃത്യമായ മറുപടി, അല്ലാഹുവാണ് ഓരോരുത്തർക്കും ധനം കൊടുക്കുന്നത്. ചിലർക്ക് അല്ലാഹു അധികം കൊടുക്കും, ചിലർക്ക് കണക്കാക്കി കൊടുക്കും, ചിലർക്ക് കുറച്ചു കൊടുക്കും. അത് അല്ലാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് വിശാലമാക്കി കൊടുക്കും. എന്നാൽ ചിലർക്ക് അല്ലാഹു വളരെ പിടിച്ചു കൊടുക്കും. രണ്ടായിരുന്നാലും കൊടുക്കുന്നത് അല്ലാഹുവാണ്. ഇതാണ് ഇസ്ലാമിന്റെ മറുപടി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു കൊടുക്കണമെങ്കിൽ ആ സ്വത്തിന്റെ അവകാശി അല്ലാഹു ആവട്ടെ. അതെ, ഈ ലോകത്തിലെ എല്ലാ സ്വത്തിന്റെയും അടിസ്ഥാന അവകാശി അല്ലാഹുവാണ്. എല്ലാ സ്വത്തിന്റെയും അവകാശി ആത്യന്തികമായി അല്ലാഹുവാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ഒന്നുമില്ലാതെ വന്നത്, നമ്മൾ ഈ ഭൂമിയിൽ പോയപ്പോ ഒന്നുമില്ലാതെ പോയത്, നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മളൊന്നും കൊണ്ടുപോയിട്ടില്ല. നമ്മളത് മാത്രമല്ല, ലോകത്തിൽ ഇന്ന് കാണുന്ന 850 കോടി മനുഷ്യന്മാരിൽ ഒരാൾ പോലും ഈ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ ഒരു ഉറുപ്പികയുമായി വന്നിട്ടില്ല. ഒരാൾ പോലും പോയപ്പോഴൊന്നും കൊണ്ടുപോയിട്ടില്ല. ഈ ഭൂമിയിലുള്ള സാധനം പല സമയത്ത് പലരങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ പോകും, അപ്പൊ വേറൊരാൾ വരും, അയാൾ പോകും, വേറൊരാൾ വരും. സാധനം
പ്രയാസപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് അള്ളാഹു എനിക്ക് തന്നതാണ്, എന്നെ ഏൽപ്പിച്ചതാണ്. ഞാനത് അള്ളാഹു പറഞ്ഞ മുറമോനെ ചെയ്യണം. ഒരു തിരിച്ചറിവ്. രണ്ട്, ഈ സ്വത്ത് എന്തിനാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്? ഒരാൾക്ക് 1 കോടി കൊടുത്ത് മറ്റൊരു 10 ലക്ഷം കൊടുത്ത് അല്ലേ? ഒരേ ഈ അങ്ങാടിയിൽ തട്ടുകൾ നടത്തുന്ന 2-3 ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം അവരോട് ചോദിച്ചു നോക്കരുത് നിങ്ങളുടെ വരുമാനം എങ്ങനെയുണ്ട്. 3 ആളുണ്ടെങ്കിൽ 3 ആൾക്കും 3 ഇരട്ടി കണ്ടെത്താം. ഒരാൾക്ക് തോല കിട്ടിയേക്കും, മറ്റേയാൾക്ക് കുറച്ച് കിട്ടിയേക്കും. അത് ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ട് മാറി മാറിയിട്ട് ഒരേ ടൗണിൽ ഒരേ കച്ചവടം ചെയ്യുന്ന 2 കച്ചവടക്കാരോട് ചോദിക്കുക എങ്ങനെയുണ്ട് വൈകുന്നേരം. മാറി മാറിയേക്കാൻ വ്യത്യസ്തമായിട്ടാണ് അല്ലേ? എന്തിനാണ് അള്ളാഹു ഈ സമ്പത്ത് നമ്മളെ ഏൽപ്പിക്കുന്നത്? എന്താണ് അള്ളാഹു ഈ സമ്പത്ത് നമ്മളെ ഏൽപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് ഏൽപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഏൽപ്പിക്കാത്തത്? അതിന്റെ മറുപടി കൂടെ പറയുന്നത് ഇന്നമാ അമ്വാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹു ഒരു പരീക്ഷണമായിട്ടാണ് കണ്ടിട്ടുള്ളത്. നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി, നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സമ്പത്തിനെയും സന്താനങ്ങളെയും ഉപയോഗിക്കുന്നത്. ഇത് തന്നാൽ നിങ്ങൾ നിലപാട് എങ്ങനെയൊക്കെയാണ്? നിങ്ങൾ അള്ളാഹെ മറക്കുന്നുണ്ടോ? അള്ളാഹുവിനോട് കൂറ് കാണിക്കുന്നുണ്ടോ? അള്ളാഹുവിനോട് ബന്ധപ്പെടുന്നുണ്ടോ? അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ ഇഷ്ടം നിങ്ങൾ തേടുന്നുണ്ടോ? അതല്ല, ഇതൊന്നും ചെയ്യുന്നില്ലേ? ഇത് പരിശോധിക്കാനാണ് സമ്പത്തും മക്കളും തന്നതാണ്. മാതാപിതാക്കളൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളൊക്കെ വിചാരിക്കേ മക്കളെ കിട്ടാവും പഠിച്ചോന്റെ വലിയൊരു അനുഗ്രഹമാണ്. അനുഗ്രഹം തന്നെയാണ്. പക്ഷേ ആ അനുഗ്രഹം വെറുതെ തന്നല്ല. ആ മക്കളെ നമ്മള് ഏത് രൂപത്തില് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി അള്ളാഹുവിന്റെ മാർഗത്തിൽ വളർത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി തന്നതാ. അതിന് തോറ്റ തന്നെയാ. ഇപ്പോഴില്ലേ ഇംഗ്ലീഷ് ഭാഷ നല്ല ഫ്ലുവന്റായി സംസാരിക്കുമ്പോഴും ഖുർആനിന്റെ ഒരു പേജ് തെറ്റുകൂടാതെ ഓതാൻ കഴിയാത്ത മക്കള് നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. നല്ല സമ്പന്നരായ മാതാപിതാക്കള് വിദേശത്തൊക്കെ കുടുംബസമേതം ജീവിക്കാൻ വന്ന പ്രാണികളവര് വായിന്ന് മുത്തുമണി പോലെ ഇംഗ്ലീഷ് ചാടും. പക്ഷേ ഒരു പേജ് ഖുർആൻ ഓതാൻ പറഞ്ഞാൽ വൈകുന്നേരം വരെ നിന്ന് വയർക്കും. ആ മാതാപിതാക്കളൊക്കെ തോറ്റുപോയ കൂട്ടത്തിലാണ്. എന്തുകൊണ്ട് തോറ്റു? അള്ളാഹു പരീക്ഷണമായി തന്ന മക്കളെ അള്ളാഹുവിന്റെ മാർഗത്തോട് അടുപ്പിച്ച് വളർത്തുന്നുണ്ടോ എന്ന് അള്ളാഹു പരിശോധിച്ചപ്പോ ആ പരീക്ഷയിൽ തോറ്റവരാണ്. അപ്പോ സമ്പത്ത് പരീക്ഷണമാണ്, മക്കള് പരീക്ഷണമാണ്. നമുക്ക് മക്കളവിടെ വെക്കുക, നമുക്ക് സമ്പത്ത് വെക്കുക. നമ്മുടെ വിഷയമാണ് സമ്പത്ത് ഒരു പരീക്ഷണമാണ്. ആ സമ്പത്തുമായിട്ട് അള്ളാഹു നമ്മളെ ജീവിതത്തെ തട്ടിച്ചു നോക്കും. ആ സമ്പത്ത് വന്ന് മുട്ടുമ്പോ നമ്മളെ ഈമാനും ഇസ്ലാമും ആദർശമൊക്കെ നിലനിൽക്കുന്നുണ്ടോ, അതല്ല സമ്പത്തിന്റെ മുമ്പിൽ അത് തലകുനിഞ്ഞു പോകുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന. ശരിക്കും കേൾക്കണം. ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന. ഈ ലോകത്തെ മുമ്പ് വന്ന എല്ലാ സമുദായങ്ങളെയും അല്ലാഹു വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ കാര്യം. ചില ആൾക്കാർക്ക് അല്ലാഹു ചില ജനതയ്ക്ക് ഭയങ്കരമായ അധികാരമുണ്ട്. ആ അധികാരം കൊണ്ട് തമ്മിൽ തല്ലി അവർ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യും. ചില ആളുകൾക്ക് അല്ലാഹു ആരോഗ്യം കൊടുത്തു. നമ്മുടെ മുൻഗാമികളായ ചില ജനതയൊക്കെ നിർമ്മിച്ച അവരുടെ നിർമ്മിതികളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്താറില്ലേ? മദീനയിൽ നിന്ന് ഒരു 10-200 കിലോമീറ്റർ ദൂരം പോയാലേ മദായിൻ സ്വാലിഹ് എന്ന ഒരു പുരാതന നഗരമുണ്ട്. സ്വാലിഹ് നബിയുടെ ജനത പാർത്തിരുന്ന നാടാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ മദായിൻ സ്വാലിഹിൽ ചെന്നാൽ നമ്മൾ കാണുക പാറകൾ തുറന്ന് ആ പാറകൾക്കുള്ളിൽ കൊട്ടാരങ്ങളും വീടുകളും ടൗൺഷിപ്പുകൾ വരെ അവരുണ്ടാക്കിയ പാറകൾ തുറന്നിട്ട് എന്താ പാറ തുറന്നൂടെ? ഇപ്പൊ നമ്മള് കൊങ്കൺ റെയിൽവേക്ക് ഉണ്ടാക്കിയ പാറ തുറന്നിട്ടല്ലേ? അത് എല്ലാവിധ ഉപകരണങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അവര് പാറ തുറക്കുന്ന കാലത്തെ എന്താ അവരുടെ കയ്യിലുള്ളത്? മരക്കമ്പും എല്ലിന്റെ കഷ്ണവും പൊട്ടിയ പാറക്കല്ലുകളും ഒക്കെ ആയിട്ടാ അവർ പാറ തുറന്ന്. അപ്പൊ അവര് ശക്തിയത്ര നോക്കണികൾ. അതുകൊണ്ട് അവര് പാറ തുറന്നു. മമ്മി ഈജിപ്തിലെ മമ്മികളൊക്കെ അത്
അതിന്റെയൊക്കെ നേരെ വെച്ച കൂറ്റൻ കല്ലുകൾ, ടൺകണക്കിന് ഭാരമുള്ള കല്ലുകൾ, ക്രെയിനില്ലാതെ അതെങ്ങനെയാ അവിടെ എത്തിയത്? മനുഷ്യന്മാരെ ഏറ്റിക്കൊണ്ടുവരല്ലേ? അപ്പൊ ആ മനുഷ്യന്മാരെ ശക്തി പഴയ ചില ക്ഷേത്രങ്ങളും പഴയ ചില കൊട്ടാരങ്ങളും ഒക്കെ അത് കൊത്തിയുണ്ടാക്കിയ കൊത്തുമണിയും അതിന്റെ ഒറ്റക്കല്ലുകളുടെ ഭാരങ്ങളും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടില്ലേ? എങ്ങനെ മനുഷ്യന്മാർ അവിടെ എത്തിച്ചത്? അവർ നമ്മളെക്കാൾ ആരോഗ്യമുള്ളവരെ ഒരു ജനതയെ അല്ലാഹു തആല കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിച്ചു. ആ കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിച്ച രീതി അല്ലാഹു ഖുർആനിൽ പറയുന്നേ, ശക്തമായ കാറ്റിൽ അവർ പിടിച്ചു നിന്നു. പിന്നെ ഈത്തപ്പഴമരം കടപുഴകി വീഴുന്നത് പോലെ അവര് അലച്ചു വീഴുന്ന നല്ലൊരു കാറ്റില്, നമ്മുടെ നാട്ടിലെ തെങ്ങ് ഒരു പന, അതാ കാറ്റിൽ നിന്ന് നിൽക്കില്ലേ, അവസാനം കാറ്റ് ശക്തമാകുമ്പോ അതിന്റെ മുരട് കണ്ട് പിഴുതിട്ട് അതൊരു വീഴുണ്ട്, അലച്ചൊരു വീഴ. അതേപോലെ ആ ജനങ്ങൾ വീഴുന്ന ഇതിന്റെ കാരണം അത്ര ആരോഗ്യ ദൃഢകാത്തരായ ആചാരബാഹുക്കളായ മനുഷ്യന്മാരെ അള്ളാഹു അവരെ പരീക്ഷിച്ചത് ആരോഗ്യമുണ്ട്. ആ ആരോഗ്യം കൊണ്ട് അവർ അള്ളാഹുവിനെ മറന്ന് ഞങ്ങളെ നോക്കാൻ ഞങ്ങൾ മതി, ഞങ്ങൾക്ക് അള്ളയും വേണ്ട, ഞങ്ങൾ ശക്തരാണ്, അങ്ങനെ അഹങ്കരിച്ചപ്പോ അള്ളാഹു അവരെ നശിപ്പിച്ചാണ്. അങ്ങനെ ഓരോ ജനതയെ ഓരോ സാധനങ്ങളുടെ പത്വം പരീക്ഷിച്ച് ആ പരീക്ഷയിൽ കുറെ തോറ്റു കുറെ ജയിച്ചു. എന്നിട്ട് റസൂൽ പറയണേ, എന്റെ ഉമ്മത്തിന്, ആ ഉമ്മത്തിന്റെ ഈമാനും ഇസ്ലാമും ഇഖ്ലാസും ആദർശവും അത് പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡം എന്താ പറയുന്നത്? ഫിത്നത്തു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം അൽമാൽ, അൽമാൽ, പൈസ. നിസ്കരിക്കാൻ മടിയില്ല, ഒരു മടിയില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളും സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കില്ല. ജീവിതത്തിന്റെ മറ്റെല്ലാ കാര്യത്തിലും സൂക്ഷ്മത പുലർത്തുന്ന ആളും തന്റെ വരുമാനം ഹലാലായ മാർഗത്തിലെ ആകാമോ എന്ന് കർശന ബുദ്ധി ഉണ്ടാവില്ല. പണം അങ്ങോട്ട് ഇറവെക്കട്ടെ, അതിനുള്ള തൽക്കാലം ഇസ്ലാമികമായിട്ട് നോക്കണ്ട, നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കുക. എത്ര വിശ്വാസം ആദർശമുള്ളവരും പണത്തിന്റെ മുമ്പിൽ നിങ്ങൾ വേറെ ആളെ കുറിച്ച് ആലോചിക്കണ്ട, നമ്മളെ കുറിച്ച് മാത്രം ആലോചിക്കുക, അവനവനെ മാത്രം ആലോചിക്കുക. പണത്തിന്റെ മുമ്പിൽ പലപ്പോഴും നമ്മൾ പതറിപ്പോകുന്നു, നമ്മുടെ വിശ്വാസവും ആദർശവും ഇളകിപ്പോകുന്നു. റസൂൽ പറയുന്നു, ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം അൽമാൽ, അത് പൈസക്കാണ്, പണം കൊണ്ടാണ് അള്ളാഹു ഈ ഉമ്മത്തിനെ പരീക്ഷിച്ചത്. അത് ഇഷ്ടം പോലെ കിട്ടി നമുക്ക്. പക്ഷേ ആ കിട്ടിയ പണം അത് അല്ലാഹു എന്നെ പരീക്ഷിക്കാനുള്ള ഒരു മാർഗമാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് നമ്മൾ പലരും പരാജയപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, യഅതി അലന്നാസി സമാൻ, കേൾക്കണം, യഅതി വരും, അലന്നാസ് ജനങ്ങൾക്കുമേൽ, സമാൻ ഒരു കാലഘട്ടം, ജനങ്ങൾക്കുമേൽ ഒരു കാലഘട്ടം വരും. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ? ലാ യുബാലി അൽ മർഉ മാ അഖറ മിൻഹു അമിനൽ ഹലാൽ അമിനൽ ഹറാം. ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്ന എന്താണത്? ലാ യുബാലി അൽ മർഉ, ഒരു മനുഷ്യൻ പരിഗണിക്കുകയേയില്ല, ആലോചിക്കുകയേയില്ല, ചിന്തിക്കുകയേയില്ല എന്തിനെ പറ്റി? അവൻ സമ്പാദിച്ചുണ്ടാക്കുന്ന സമ്പത്തിനെ കുറിച്ച്. എന്റേതായി വരുന്ന ഈ സ്വത്ത് ഇത് എനിക്ക് ഹലാലായ അനുവദനീയമായ സ്വത്താണോ, അതല്ല എനിക്ക് ഹറാമായ അല്ലാഹു വിരോധിച്ച സ്വത്താണോ? ഇത് രണ്ടും അവൻ പരിഗണിക്കുകയില്ല. എനിക്ക് പൈസ വേണം, പൈസ കിട്ടട്ടെ, പൈസ വന്നോട്ടെ, പൈസ വരട്ടെ. ആ പണം എനിക്ക് അനുവദനീയമായതാണോ, എനിക്ക് നിഷിദ്ധമായതാണോ, അത് അവൻ പരിഗണിക്കുകയില്ല. അങ്ങനത്തെ ഒരു കാലം ഈ ലോകത്ത് വന്നു. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ്? പൈസ കാലം
ഒരു 50,000 ഉൾപ്പെട്ടുമാനത്തിന് കൊടുത്തൂടെ ഗവൺമെന്റിന്? നോട്ടടിക്കാൻ നമ്മുടെ നാട്ടിൽ കടലാസില്ലേ? അത് അടിക്കാൻ പ്രിന്റ് ചെയ്യാൻ മഷീനില്ലേ? പ്രസ്സില്ലേ? ആൾക്കാരില്ലേ? ഇതൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ സർക്കാരിന് ഈ നാട്ടിലെ ജനങ്ങളെ പട്ടിണി മാറ്റാൻ വേണ്ടി എല്ലാവർക്കും എല്ലാ ആഴ്ചയും വിശപ്പുള്ളിൽ അരി കൊടുക്കുന്ന പോലെ ഇങ്ങനെ കറൻസി നോട്ട് അടിച്ചുകൊണ്ട് 50,000 രൂപ എല്ലാ പെരക്കാർക്കും കൊടുത്താല് എല്ലാ പെരക്കാരും പൈസക്കാരാവില്ലേ? എല്ലാവരും മുതലാളിമാരാവില്ലേ? അങ്ങനെ ആക്കിക്കൂടെ? എന്തെങ്കിലും ആക്കാത്ത ഒരു നാട്ടിലെ ഗവൺമെന്റിന് ആ നാട്ടിലെ കറൻസി അടിച്ചുണ്ടാക്കുന്നേ ഒരു മാനദണ്ഡം. ആ നാട്ടിലെ ആകെയുള്ള സ്വർണത്തിന്റെ നിക്ഷേപത്തിന്റെ വിലയുമായി ബന്ധപ്പെട്ട കറൻസിയാണ്. ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ ആകെ 2,000 രൂപയുടെ സ്വർണ്ണമുള്ളെങ്കിൽ 2,000 രൂപയുടെ നോട്ടേ ഇന്ത്യൻ ഗവൺമെന്റ് അടിക്കാൻ പറ്റുള്ളൂ. അത് 4,000 രൂപ ആയാൽ ആ നോട്ടിന്റെ വില കുറയും, പകുതിയായി കുറയും. പിന്നീ കൂടിയാൽ വില പിന്നീ കുറയും. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ രൂപക്ക് മൂല്യമില്ലാത്ത. അപ്പോ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് അറിയാതെ നമ്മുടെ നാട്ടിലേക്ക് പുറത്തുനിന്ന് പണം വന്നാൽ അതാണ് കള്ളപ്പണം. എങ്ങനെ? നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് അറിയാതെ നമ്മുടെ നാട്ടിലേക്ക് പണം വന്നിറങ്ങിയാൽ ആ പണം കറുത്ത പണം. അത് ഗവൺമെന്റിനെ നടത്തുന്നില്ല. അങ്ങനെ പണം വന്നിറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള എല്ലാ പൈസന്റെ വിലയും പറയും. ഏതെങ്കിലും മുതലാളി 10 കോടി രൂപയുടെ കള്ളപ്പണം നമ്മുടെ രാജ്യത്ത് ഇറക്കിയാൽ എന്റെ കീശയിലുള്ള 10 രൂപ നോട്ടുണ്ടല്ലോ, ആ നോട്ടിന്റെ വില വരെ കുറയും. ഏതെങ്കിലും മുതലാളി ഗുജറാത്തിലോ ബോംബെയിലോ ഡൽഹിയിലോ ഒരു 10 കോടി രൂപയുടെ കള്ളപ്പണം നമ്മുടെ രാജ്യത്തിന്റെ മാർക്കറ്റിൽ ഇറക്കിയാൽ എന്റെ കീശയിലെ 10 രൂപയുടെ വില 9 രൂപ 8 രൂപയായിട്ട് കുറയും. അത്യാവശ്യം പറയും. അതാണ് സാമ്പത്തിക വ്യവസ്ഥ. അതുകൊണ്ടാണ് ഈ കുഴൽപ്പണം പോലെയുള്ള സംഗതികളൊക്കെ നമ്മൾ എതിർക്കാൻ കാരണം. സർക്കാർ അറിയാതെ കുഴലായിട്ടും കമ്പിയായിട്ടും കത്തായിട്ടും പൈസ രാജ്യത്ത് വരുമ്പോ അത് രാജ്യത്തിന്റെ പണത്തിനെ ബാധിക്കും. അത് അങ്ങനെ കള്ളപ്പണം ഒളിപ്പിക്കുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിലുണ്ട്. വലിയ കുറെ കള്ളപ്പണം ആൾക്കാർ അതുകൊണ്ട് വേറെ കച്ചവടം നടത്തിയിട്ട് നഷ്ടം വന്നാലും ശരി ബാക്കി കിട്ടുന്ന പണം വെളുപ്പോലോ കരുതി ഒളിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഓട്ടെ, നമ്മുടെ വിഷയത്തിലൊക്കെ ഇന്നത്തെ അറിയുന്ന ആൾക്കാരെ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ പറയുന്നത് ചില ആളുകള് ഇസ്ലാം ദീനിൽ കള്ളപ്പണം വെളുപ്പിക്കാറുണ്ട്. ഇസ്ലാം ദീനിൽ കള്ളപ്പണം വെളുപ്പിക്കും. അതെങ്ങനെ പരിപാടി? അതെ, കണ്ടമാനം കള്ളപ്പണം വന്നു. എന്നിട്ടോ അതിനൊരു 2,000 രൂപ പള്ളിക്കത്ത്, ഒരു 1,000 രൂപ എത്തിക്കാനൊക്കെ, ഒരു 4,000 രൂപ പെൺകുട്ടിനെ കെട്ടിച്ചാല് അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള പിന്നെ അങ്ങോട്ട് അച്ഛന് പോവുക. അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പോ വിചാരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ വഴി അത് മോശപ്പെട്ട വഴിയാണെങ്കിലും ഞാൻ അതിന് കുറച്ച് പൈസ ഇങ്ങനെ പടച്ചോട് കൈക്കൂലിയായിട്ട് കൊടുത്താൽ എന്റെ ബാക്കിയുള്ള പൈസ സ്വസ്ഥമാകുമെന്ന ഒരു വിദ്യാധാരണ, തെറ്റായ ധാരണ, പൊട്ടത്തരം നമ്മുടെ നാട്ടിലൊക്കെ എമ്പാടും കണ്ടുവരും. കുറച്ചൊന്നല്ല, നല്ല സ്വാധീനമായ മനുഷ്യന്മാർ ഓരോടൊത്താണ് പണ്ഡിതന്മാരെന്ന് പറയാത്ത എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒരു താടി വെട്ടിയാൽ പറയും പണ്ഡിതന്മാര്, തുണി മണമുമെന്ന് താഴാൻ ചീത്തറിയും. ഇതൊക്കെ പറയുന്ന ആൾക്കാർ എന്തേ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ധനികരോട്, പാവപ്പെട്ട ധനികർ എന്നത് പ്രയോഗത്തിന് തെറ്റല്ല. പാവപ്പെട്ട ധനികർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ പാവപ്പെട്ടവരല്ല. പൈസ പല വെട്ടിട്ടാറുണ്ട് മരത്തിന്. അത് സ്റ്റാമ്പ് വെട്ടിച്ചിട്ടോ ഡ്യൂട്ടി വെട്ടിച്ചിട്ടോ അങ്ങനെ വില കുറച്ച് കാട്ടിട്ടോ ഒക്കെ അന്യായമായിട്ട് വരുന്ന പണം, ആ പണം എങ്ങനെ ഹലാലാക്കി എടുക്കാൻ സാധിക്കും? അത് പറയട്ടെ നമ്മൾ നമ്മുടെ നാട്ടിലെ ധനികരോട്. നിങ്ങളെ പണം വരുന്ന വഴി, ആ വഴി തെറ്റാണെങ്കിൽ ആ പണം തെറ്റായ പണമാണ്, അത് വെളുപ്പിക്കാൻ ഇസ്ലാമിന് മാർഗമല്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന ദാനങ്ങൾ അതെന്താ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ആ പണി ഉണ്ടാക്കിയവരല്ലേ, ആ മദ്രസ ഉണ്ടാക്കിയവരല്ലേ, അവർ അത്രമാനം കുട്ടികളും കിട്ടിച്ചില്ലേ, ഇവിടെ അത്രമാനം ആൾക്കാർക്ക് കിറ്റ് കൊടുത്തില്ലേ? എന്താ നമ്മൾ വിചാരിച്ചത്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയണേ, പ്രവാചകന്റെ നാവുകളിലൂടെ പഠിപ്പിക്കണേ, ഇന്നല്ലാഹ ത്വയ്യിബ്. ശ്രദ്ധിച്ചോളി, ഇന്നല്ലാഹ ത്വയ്യിബ്, അല്ലാഹു ത്വയ്യിബാണ്. എന്താ ത്വയ്യിബ് പറഞ്ഞാല്? ത്വയ്യിബ് എന്ന് പറഞ്ഞാല് ഒരു കലർപ്പില്ലാത്ത പരിപൂർണ്ണ ശുദ്ധമായവനാണ്. എല്ലാ കാര്യത്തിലും അല്ലാഹുവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും അല്ലാഹു പരിപൂർണമായി ശുദ്ധനാണ്, ശുദ്ധമായ. അതുകൊണ്ട് തന്നെ ഏറ്റവും ശുദ്ധമായ പ്രവർത്തനങ്ങളല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. ദാനം ചെയ്യാൻ, ശുദ്ധമായ സ്വത്തിൽ നിന്ന് ദാനം
എടുത്ത് ഇപ്പൊ നോക്കി കിട്ടാൻ പണി എന്താ പറഞ്ഞാല് ഹറാമായ ധനം കൊണ്ട് സ്വതക്കയും സക്കാത്തും കൊടുത്ത് ആ ധനം ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. അതിന് ഉദാഹരണം മാത്രം എങ്ങനെ ഹറാമായ ധനം ശുദ്ധമാക്കാൻ വേണ്ടി അതിൽ നിന്ന് സക്കാത്തും സദക്കയും കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ ഉദാഹരണം എന്ന നിലകള് തുണിയിൽ ചളിയായപ്പോ കഴുകാൻ വെള്ളം നോക്കാതെ മൂത്രം ഒഴിച്ചു വേണ്ടേ ആ മൂത്രം കൊണ്ട് തുണി കഴിക്കാൻ എങ്ങനെ ഉണ്ടാവും? അതുപോലെ മനസ്സിലായി പോലെ വിശദീകരിക്കാണ്. അതെ നോക്കൂ, ഹജ്ജ് ചെയ്യാൻ പോകുമ്പോ അനുവദനീയമായ ധനം കൊണ്ടാണ് നമ്മുടെ യാത്രയെങ്കിൽ ആകാശ ലോകത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മളെ സ്വാഗതം ചെയ്യും. എങ്ങനെ ചിന്തിക്കാം? സ്വാഗതം സ്വാഗതം, നീ ഭാഗ്യവാനാണ്, നീ സ്വീകരിക്കപ്പെട്ടവരാണ്, ഒന്നുകൊള്ളുക. അങ്ങനെ മക്കയിലേക്ക് മലക്കുകൾ സ്വാഗതം ചെയ്യണം. എന്നാൽ ഹറാമായ പണം കൊണ്ട് ജോലി ചെയ്യുന്ന കാലത്ത് കൈക്കൂലി വാങ്ങി കള്ളത്തറ കാട്ടി ഉണ്ടാക്കി വെച്ച പൈസ കൊണ്ട് ഒരാൾ ഹജ്ജിന് പോവുകയാണെങ്കിൽ മലക്കുകൾ പറയുന്ന എനിക്കൊരു കാര്യം കിട്ടാല്ല, ഒരു നേട്ടമല്ല, പാപമോചനമല്ല, സ്വർഗമല്ല, ഒന്നുമില്ല, അങ്ങോട്ട് വരില്ല, അതെങ്ങാനോ തീർച്ചയായി ബോധം കെട്ട് മുമ്പേരും അല്ലേ? അപ്പോ അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെലവഴിക്കുമ്പോ അത് സ്വീകരിക്കപ്പെടുന്നെങ്കിൽ ആ സ്വത്ത് അനുവദനീയമായ ഹലാലായ മാർഗത്തിലൂടെ വന്ന സ്വത്തായിരിക്കണം. സ്വത്ത് ഹറാമായ സ്വത്ത് അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടില്ല. അപ്പോൾ സ്വാഭാവികമായ സംശയം, ഹറാമായ സ്വത്ത് ഹലാലായ സ്വത്ത് ഇതിനെങ്ങനെ വേർതിരിക്കുക? രണ്ടും ഒരാള് വൈകുന്നേരം വരെ ഇടവണ്ണം പണിത്തിട്ട് അയാൾക്ക് 1000 രൂപ 2500 അയാൾ ആ 2500 ഇടവണ്ണത് ബസ്സേരി ഇവിടെ വന്നിറങ്ങി 2500 വേറെ ഒരാള് ഇടവണ്ണത് ബസ്സേരി ഒരാളെ പോക്കറ്റ് വെച്ചു 2500 അതും അയാൾ ഇവിടെ ബസ്സിറങ്ങി. രണ്ടാമത് ഇടവണ്ണ കയ്യിൽ രണ്ടാമത് ഇടവണ്ണം ഇറങ്ങി, രണ്ടാളെ കീശിൽ 1000 രൂപ ഉണ്ട്, 2000 രൂപയും 2500 റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിട്ട ഒറിജിനൽ നോട്ടാണ്. പക്ഷേ 1000 ഹറാമാണ്, 1000 ഹലാലാണ്. ഇത് മൺകുത്തിയറിയാം ഏതാ ഹറാം ഹലാല് ഇല്ല. പിന്നെ എങ്ങനെ ഒന്ന് ഹറാമായത് ഒന്നെങ്ങനെ ഹലാലായത്? വന്ന വഴിയ പ്രശ്നം. ആ നോട്ട് എന്റെ കീശയിൽ നിന്ന് വന്ന വഴിയെ അതാണ് ആ സ്വത്തിനെ ഹലാലാക്കുന്നതും ഹറാമാണ്. ഏതാണ് അനുവദനീയമായ സ്വത്ത് വരുന്ന വഴി, ഏതാണ് അനുവദനീയമല്ലാത്ത സ്വത്ത് വരുന്ന വഴി? വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായ ഒരു കോൺക്രീറ്റ് ആണ്, ഉറപ്പുള്ള ഒരു മാനദണ്ഡം പാടുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്തുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. അന്യായമായി നിങ്ങളുടേതല്ലാത്ത, നിങ്ങൾക്ക് അവകാശപ്പെടാത്തല്ലാത്ത ഒന്ന് നിങ്ങളുടേതാക്കാൻ പാടില്ല. അതാണ് അത് ഞാൻ ചെയ്ത ജോലിയുടെ കൂലിയാണെങ്കിൽ അതെനിക്ക് കിട്ടണം. അതെന്റെ സേവനത്തിന്റെ പ്രതിഫലമാണെങ്കിൽ അതെനിക്ക് കിട്ടണം. അതെന്റെ കച്ചവടത്തിന്റെ ലാഭമാണെങ്കിൽ അതെനിക്ക് കിട്ടണം. അതെനിക്ക് കിട്ടേണ്ട അനന്തരാവകാശമാണ്, എന്റെ വാപ്പാടെ സ്വത്താണെങ്കിൽ അതെനിക്ക് കിട്ടണം. എന്റേത്, എനിക്ക് അവകാശപ്പെട്ടത്, എന്റെ ഹക്ക് അതെനിക്ക് കിട്ടണം. അതുങ്ങൾ കളയണ്ട. അത് ഒരാൾ നമ്മൾക്ക് പിടിച്ചു വയ്ക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്താൽ ഓരോട് യുദ്ധം ചെയ്യണം. ആ യുദ്ധത്തിൽ നമ്മൾ മരിച്ചാൽ നമുക്ക് രക്തസാക്ഷിയുടെ കൂലി കിട്ടുന്ന അങ്ങനെ പൈസകൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു വേണ്ട. നമ്മളെ പൈസ അത് നമ്മളതാണ്, അതൊരാൾക്കും വലിച്ചെറിഞ്ഞു കൊടുക്കണ്ട. അത് സംരക്ഷിക്കാൻ വേണ്ടി പൊരുതുമ്പോ ആ പൊരുതലിൽ നമ്മൾ കൊല്ലപ്പെട്ടാൽ അല്ലാഹുവിന്റെ അടുക്കൽ രക്തസാക്ഷിയുടെ പരിരക്ഷ നമുക്കതാണ്. പക്ഷേ നമ്മളതല്ലാത്ത അത് ഒരു വഴിക്കും നമ്മളതല്ലാത്ത അത് നമ്മളതാവണമെങ്കിൽ ഒന്നുകിൽ അയാൾ നമുക്ക് സദഖയായി തരുന്നതാണ്, അല്ലെങ്കിൽ സമ്മാനമായി തരുന്നതാണ്, അല്ലെങ്കിൽ കടമായി തരുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ കൂലിയാകണം, അല്ലെങ്കിൽ നമ്മുടെ സേവനത്തിന്റെ പ്രതിഫലമാവും. ഇതല്ലാത്ത വഴിക്ക് ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി
രണ്ടാളുകൾ വരികയാണ്. ഒരു ഭൂമിയുടെ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടാകുന്നത്. ഒരു ഭൂമി ഒരാൾ പറഞ്ഞു ഇന്റതാണ്, മറ്റേ ആൾ പറഞ്ഞു ഓൻ്റെതാണ്. ഇന്നത്തെ പോലെ ആധാര പട്ടേഴ്സ് ചെല്ലും. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാളും സംസാരിച്ചു. പൊതുവെ സ്വാഭാവികമായും ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ സംസാരിക്കുമ്പോൾ നമ്മളതിന്റെ മധ്യസ്ഥരാകുമ്പോൾ നമുക്ക് എന്താ ഒരു അനുഭവം? ആരാണോ ഒന്ന് നന്നായി വ്യക്തമായി ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നത്, ആവശ്യമായ പ്രൂഫൊക്കെ വെച്ച് വാക്കുകളൊക്കെ ശരിക്കും ക്രമത്തിലൊക്കെ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് തോന്നും അയാളാണ് അവകാശം. ഇവൻ തന്നെ കോടതിയിൽ വക്കീലന്മാർ വരെ മജിസ്ട്രേറ്റുമാർ വരെ പലപ്പോഴും വിധി പറയുന്നത് അവിടെ വാദിക്കുന്ന വക്കീലന്മാരുടെ വേർഡ്സിനെ ആശ്രയിച്ചുകൊണ്ടേക്കാണ്. റസൂല് പറയണേ, കേട്ടോടെ, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യനാണ്. ഈ വിഷയത്തിൽ ഞാൻ രണ്ടാളോടും സംസാരിച്ചു. കൂടുതൽ ഭംഗിയായി സംസാരിച്ചവൻ അവൻ അനുകൂലമായി ഞാൻ വിധിച്ചു. എന്നിട്ട് റസൂൽ പറയണേ, അങ്ങനെ ഞാൻ വിധിച്ചത് തെറ്റാണെങ്കിൽ, അർഹതയില്ലാത്ത ആൾക്കാണ് അത് കിട്ടിയതെങ്കിൽ അതവരെടുക്കാൻ പാടില്ല. എന്താ ഇവിടെ അന്യായമായി വാങ്ങിയ സ്വത്തുണ്ടല്ലോ, അതിന് പകരം നരകത്തിന്റെ ഒരു കഷ്ടം അല്ലാഹു അവിടെ വേണ്ടി. അപ്പൊ ഞാൻ ഡയലോഗിക്കാരൻ തമ്മിൽ ഒരു 2 അടി ഭൂമിക്ക് തർക്കിച്ച് അവസാനം നാട്ടുമദ്യം അല്ലെങ്കിൽ കോടതി ഞാൻ നല്ല വക്കീലിനെ വെച്ച് സംസാരിച്ച് വാദിച്ച് സംഗതി കിട്ടി. എനിക്കറിയാം ആ സ്ഥലത്തിലല്ല, ഞാൻ ഭൂമി വാങ്ങിയപ്പോഴേ ആ സ്ഥലം അവിടെ അപ്പുറത്തായിട്ടാണ്. അതിന് ഓ വിട്ടുമാറി ഓ അന്തല്ലാത്തോട് എനിക്ക് കിട്ടിയതാണ്. അറിയില്ല, ഇന്റതല്ല. പക്ഷെ കോടതി എനിക്ക് അനുകൂലമായി വിളിച്ചിട്ടുണ്ട്. ഞാൻ ജയിച്ചു പറയണ്ട. റസൂൽ പറയണേ, ജയിച്ചു പറയണ്ട. അന്യായമായി നിനക്ക് കിട്ടിയതെന്നോ അതിന് സമാനമായ നരകത്തിന്റെ ഒരു കഷ്ടം അല്ലാഹു അത് ഭൂമി മാത്രമല്ല എന്തിനാണെങ്കിലും വെറുതെ തർക്കിച്ചതായിട്ട് വണ്ടി അങ്ങോട്ടും കറ്റിയാൽ ഇല്ലാത്ത കേസിന് അവനാണ് നാട്ടിലാണെങ്കിൽ തൊള്ള തുറച്ച എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ പ്രേരിപ്പിച്ചുകൊണ്ട് പൈസ പോണ ആൾക്കാർ കിട്ടിയെന്ന് വിചാരിച്ചല്ല കുടുങ്ങിയേക്ക. ഒരാള് പാവം ബിൽഡിങ്ങിൽ ഒഴിഞ്ഞ് കിട്ടി നന്നാകണം, ഒഴിഞ്ഞു കൊടുക്കില്ല. അവസാനം തൊള്ളിൽ കൊണ്ടുള്ള പൈസ 25 ലക്ഷം കൊടുക്കല്ലേ, അതിനെ കണ്ണീരോട് കൊടുക്കുമ്പോഴേ കിട്ടിയെന്ന് വിചാരിച്ചല്ല കുടുങ്ങ. എവിടെ അന്യായമായ ₹1 എന്റേതല്ലാതെ എനിക്ക് ഉറപ്പുള്ള ₹1 എങ്ങനെ ഞാൻ ഇന്ത്യയിൽ സ്വന്തമാക്കാൻ ഞാൻ അള്ളാന്റെ കോടതി ഒരു സംശയമാണ് തന്നെ ഈ പൈസ അള്ള കൊടുത്തതേ ആ അള്ള കൊടുത്തതാ ഞാൻ പറഞ്ഞത്. പിന്നെ എന്തിനാണ് അനന്തരാവകാശ സ്വത്തൊക്കെ ഓരിക്കുമ്പോഴേ വലിയ കാക്കേക്കാണ് മൂത്തത്. പാപ്പ മരിച്ച് കൊല്ലം കഴിഞ്ഞാലും വീതം വെക്കൂല, മറ്റവർക്ക് ചോദിക്കാൻ വേണ്ടി വരുമാനമൊക്കെ എടുക്കും. അവസാനം ഓരോ സമയത്ത് ഔദാര്യം പറ്റ 5 സെന്റിനെടുത്തോ ഈ 10 ഈറ്റകൾ സാധനങ്ങൾ ഉണ്ടാകാൻ പോവുക കുടുങ്ങും. എന്താ കുടുങ്ങുന്നത് എന്ന് പറഞ്ഞുതരാം. ഒരിസാലും പിടിക്കൊന്നുമില്ല, ഇരക്കണ്ടാക്കിയാൽ മതി. ആധാര മറ്റേ കടലാസ് ഇവിടെ കഴിച്ചില്ല. പക്ഷെ കഴിച്ചിലാകാൻ കഴിയാത്ത കോടതിയിൽ ഇവിടെ എത്താണ്ട് അതിനെ പറയുന്നത് ഇൻഷാല്ലാ. അപ്പോ സമ്പത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഇത് ഈ നിയമം പാലിക്കണം. എന്താണ് എന്റേതല്ലാത്തത് എന്റേതാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ജോലിയുടെ കൂലിയോ എന്റെ കച്ചവടത്തിന്റെ ലാഭമോ എനിക്കുള്ള സക്കാത്തോ കടമോ അറിയയോ സദക്കയോ എന്റേതാകുമ്പോഴേ നിങ്ങളാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളാവില്ല. അത് പിടിച്ചു വെച്ച് വാങ്ങിയാലും വാദിച്ചു വാങ്ങിയാലും തർക്കിച്ച് കഴിച്ചാലും ഇതൊന്നും നിങ്ങളാവില്ല. അപ്പോ നമ്മുടെ സമ്പത്ത് കടന്നു വരുന്നത് അത് ശുദ്ധമാവും. ഇനി വേറെ അപകടം, നമുക്ക് കടത്തെ പൈസ ഉണ്ട്, അത് നല്ല പൈസയാണ്, ബാപ്പാന്റെ സ്വത്തായിട്ട് കിട്ടുന്ന പൈസയാണ്, അത് ശുദ്ധമായ സ്വത്താണ്. നമ്മൾ ഹറാമായ പണം കൂടി നമ്മൾ ഉണ്ടാക്കുമ്പോ ആ സ്വത്തും ഈ സ്വത്തും നമ്മൾ ചേരുമ്പോ ഇത് രണ്ടും അശുദ്ധമാവുന്ന, നമ്മളുള്ളതും അശുദ്ധമാവും, അവർക്കും അശുദ്ധം. ഈ അന്യായമായി വന്ന സ്വത്ത് എപ്പോഴാണോ നമ്മൾ മാറ്റിവെക്കുന്നത് ഒഴിവാക്കുന്നത് അന്ന് മാത്രമേ നമ്മുടെ സ്വത്ത് ശുദ്ധമാകൂ.
വരുന്ന സ്വത്ത് മാത്രമല്ല അശുദ്ധമാവാം, അത് നമ്മുടെ മറ്റുള്ള സ്വത്തുമായി കൂടിച്ചേരുമ്പോൾ അതും അശുദ്ധമാവും. സക്കാത്ത് കൊടുക്കാത്ത സ്വത്ത് അശുദ്ധമാവാം. സക്കാത്ത് എന്ന വാക്ക് ശുദ്ധീകരണമാണ്. സക്കാത്ത് എന്ന വാക്കിന്റെ ശുദ്ധീകരണമാണ്. എന്താണ് സക്കാത്തിന്റെ ശുദ്ധീകരണം? നമ്മുടെ സ്വത്തുനിന്ന് ഇക്കൊല്ലം കൊടുക്കേണ്ട സക്കാത്ത് ഉണ്ടല്ലോ, ആ സക്കാത്തിൽ നിന്ന് എടുത്തു വെക്കുമ്പോൾ നമ്മുടെ സ്വത്ത് ശുദ്ധിയാവും. നമ്മുടെ സ്വത്ത് ശുദ്ധിയാവാൻ ആ സക്കാത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സ്വത്ത് അശുദ്ധമായി കിടക്കണം. നമ്മുടെ ബാക്കിയുള്ള സ്വത്ത് ശുദ്ധമാവണമെങ്കിൽ ആ അന്യന്റെ അവകാശമായ നമ്മുടെ സക്കാത്ത് നമ്മൾ കടത്താൻ അതെന്തോ നമ്മുടെ സ്വത്ത് അശുദ്ധമാണ്. അപ്പോ നമ്മുടെ ഹക്കല്ലാത്ത എന്ത് നമ്മുടെ കൂടെ ഉണ്ടോ അത് നമ്മുടെ മുഴുവൻ സ്വത്തിനെയും അശുദ്ധമാക്കിയിട്ടുണ്ട്. ഇനി സ്വത്ത് അശുദ്ധമായ അതുകൊണ്ടുള്ള അപകടം എന്താ? സ്വത്ത് അശുദ്ധമായ അതുകൊണ്ടുള്ള അപകടം എന്താ? ഒന്ന്, നമ്മുടെ ആരാധനകൾ അല്ലാഹു സ്വീകരിക്കില്ല. അശുദ്ധമായ സ്വത്ത് നമ്മൾ കൈകാര്യം ചെയ്യുക, അതുകൊണ്ട് ജീവിക്കുക, നമ്മുടെ ആരാധന അല്ലാഹു സ്വീകരിക്കൂല. ഞാൻ പറഞ്ഞല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഒരു മനുഷ്യൻ ദീർഘയാത്ര കഴിഞ്ഞ് മുടിയൊക്കെ ജട പിടിച്ച് വസ്ത്രങ്ങളൊക്കെ ആകെ മുഷിഞ്ഞ് നീണ്ട യാത്ര കഴിഞ്ഞ് വരികയാണ്. ഈ നീണ്ട യാത്ര പ്രത്യേകം പറയുന്ന കാരണം അറിയോ? യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹിന്റെ അടുത്ത് പ്രത്യേകം ഉത്തരം കിട്ടുക. അതുകൊണ്ടാണ് ഒരാൾ യാത്ര അയക്കുമ്പോൾ നമ്മൾ പറയുന്നത്, നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരം കിട്ടും. അപ്പോ ഇങ്ങനെ ഒരു നീണ്ട യാത്രക്കാരൻ അയാൾ വന്നിട്ട് രണ്ട് കൈ ഉയർത്തിയിട്ട് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് അല്ലാഹുവിനെ തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്അമഹു ഹറാം വമൽബസുഹു ഹറാം വഖുദിയഹു ഹറാം. കഴിക്കുന്ന ഭക്ഷണം ഹറാമായ ഭക്ഷണം, വസ്ത്രം ഹറാമായ സ്വത്തുകൊണ്ടുള്ള വസ്ത്രം, ആലപ്പാട് ഹറാമ കൊണ്ട് മൂടപ്പെട്ട പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂലെങ്കിൽ പിന്നെ നമ്മുടെ എല്ലാ ആരാധനയും വഴിയാതല്ലേ. കാരണം ആരാധന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, പ്രാർത്ഥന ഇല്ലെങ്കിൽ അത് ആരാധനയല്ല. പ്രാർത്ഥനയാണ് ആരാധനയുടെ കാതല്. ആരാധനല്ലേ പ്രാർത്ഥനല്ല, സോറി പ്രാർത്ഥനല്ലേ ആരാധനല്ല. അപ്പൊ നമ്മുടെ ഹറാമായ വരുമാനം കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ റദ്ദാക്കപ്പെട്ടാൽ, ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ, പിന്നെ നമ്മുടെ ഓരോ ആരാധനയും ആരാധന. ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. ഹറാമായ പണം കൊണ്ട് ഒരു ഉരുള ഭക്ഷണം കഴിച്ചാൽ അവന്റെ 40 ദിവസത്തെ നിസ്കാരങ്ങൾ അല്ലാഹു തആല ക്യാൻസൽ ആക്കും. 40 ദിവസത്തെ നിസ്കാരം തന്നെ 200 നിസ്കാരം ഫർളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു സുഹൃത്ത് വീട്ടിൽ ഒരു സദ്യ ക്ഷണിച്ചു. അദ്ദേഹം ഒരു സദ്യയൊക്കെ കഴിഞ്ഞ് പറഞ്ഞപ്പോ ആ സുഹൃത്ത് പറഞ്ഞു, ഇത് ഞാൻ എന്റെ വാപ്പ മരിച്ചിട്ട് ആണ്ടുണ്ടല്ലോ, അങ്ങനെ ഏർപ്പാടിന് വേണ്ടി പണ്ട് നിർത്തിയാക്കിയ സദ്യ. അപ്പോൾ അവിടെ മനസ്സിലായി. അദ്ദേഹം അവിടെ നിന്നിട്ട് തന്റെ കൈ വിരലുകൾ തന്റെ വായിലേക്ക് താഴ്ത്തിയിട്ട് ആ തിന്ന ഭക്ഷണം മുഴുവൻ പുറത്തേക്കാണ് ഓക്കാണ്ട് ചോക്കാൻ കറങ്ങി. ഹറാമായ ഭക്ഷണം കഴിച്ചാൽ 40 ദിവസത്തെ ആരാധന വിസ്മരിക്കും. അപ്പോ നമ്മൾ വളരെ കണിശതയോട് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വേറെ അവരുടെ അത് റസൂൽ പറയാം, ഹറാമായ ധനത്തിൽ നിന്നും ഉണ്ടാവുന്ന ശരീരം, ഹറാമായ ധനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചുണ്ടാകുന്ന ശരീരം അത് നരകത്തിനാണ് അവകാശപ്പെട്ടത്. സൗദി അറേബ്യയിലെ ഒരു പ്രസിദ്ധമായ മുഫ്തിയോട് ഒരാള് സങ്കടം പറയാൻ വന്നതാ. 3 മക്കളുണ്ട്, 3 ആളും നന്നാവല്ല. ഏത് പണി നോക്കിയിട്ടും ഒരൊറ്റ കുട്ടിയും നന്നാക്കാൻ കിട്ടുന്നില്ല. ഓരോരോ വൈക്ക് അന്നപ്പെട്ട് അങ്ങനെ പോവുക. മക്കളെ നന്നാക്കാൻ കഴിയാത്ത ഒരു ബാപ്പാന്റെ സങ്കടം പറയാൻ വന്നതാ. എന്താ ശരിയല്ല, എന്റെ കുട്ടികൾ അത് നന്നാവുന്നില്ല.
ഒറ്റത് പറഞ്ഞാൽ കേൾക്കില്ല, ഒറ്റത് നിസ്കരിക്കുന്നില്ല, എന്തോ ഒരു കഥയെ നടക്കുക. അതെന്താ അങ്ങനെ? അപ്പൊ ശേഖ് ഇദ്ദേഹത്തോട് ചോദിച്ചു, ആദ്യത്തെ ചോദ്യം എന്താണ്? നിങ്ങളെ വരുമാനമാണ് എന്താണ്? നിങ്ങളെ ജീവിതമാണ് എന്താണ്? അപ്പൊ അയാൾ തിരിച്ചു വയ്ക്കുന്നത് എന്റെ കുട്ടികൾ നന്നാവാത്ത പറയാൻ വന്ന് അതിനെന്തിനാ എന്റെ വരുമാനം ചോദിക്കുന്നത്? അപ്പൊ ശേഖ് ഈ ഹദീസ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹറാമായ ധനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ശരീരങ്ങൾ അത് നരകത്തിലാണ് അവകാശം. അപ്പോ നമ്മുടെ മക്കളല്ല, നമ്മുടെ കുടുംബത്തെ പോലും നരകത്തിന്റെ വരകാക്കി മാറ്റി. എന്ത്? ഹറാമായ സ്വത്തും അതുകൊണ്ട് ഒരു കഥ പറയാനില്ല. മദീനയുടെ കഥ. നാട്ടില് ഭയങ്കരമായ ക്ഷാമുണ്ടായി, ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കുന്ന ഒരു കാലം ഉണ്ടായില്ല. കുടുംബനാഥൻ രാവിലെ ഭക്ഷണം തേടി പോകും, വൈകുന്നേരം ഒന്നും കിട്ടാതെ മടങ്ങി വരും. തളർന്നു കിടക്കുന്ന മക്കള്, അവശയായ ഭാര്യ, 6 പ്രശ്നം. ഒരു ദിവസം ഇത് കാണാൻ വയ്യാതിട്ട് ഈ വീട്ടുകാരൻ ഭാര്യയോട് പറഞ്ഞു, ഇത് കാണാൻ വയ്യ, സഹിക്കാൻ വയ്യ, എന്റെ കടുപ്പം, നമ്മുടെ മക്കളെ കടുപ്പം, അതുകൊണ്ട് നാളെ ഞാൻ ഭക്ഷണമായി വരും. അയാൾ പറഞ്ഞു ഭക്ഷണം കിട്ടേണ്ടത്, പക്ഷേ ഹലാലായ മാർഗത്തിൽ കിട്ടില്ല. പിടിച്ചു മറിച്ചിട്ടോ കട്ടിട്ടോ വേണ്ടാണ്ട് ഞാൻ ഇതുവരെ ഹലാലായ മാർഗത്തിൽ ജോലി ഇട്ട് കിട്ടുമോ നോക്കി, ജോലി കിട്ടുന്നില്ല. ഇനി പിടിച്ചു മറിച്ചോ കട്ടോ, നാളെ ഭക്ഷണമില്ലാതെ ഞാൻ ഈ പെരയ്ക്ക് വരില്ല, എനിക്കിന്റെ കുട്ടികളെ കാണാൻ വയ്യ. അന്ന് അയാള് ഭക്ഷണം തേടി പോകുമ്പോ ഭാര്യ പറഞ്ഞാ, പിന്നെ ഇന്നും കൂടി ഹലാലായ മാർഗത്തിൽ ജോലി ചെയ്തിട്ടുണ്ടോ നോക്കി. കാരണം ഹറാമായ ഭക്ഷണങ്ങളിൽ വീട്ടിൽ കൊണ്ടുവന്നാലേ, അത് ഞാനും കുട്ടികളും തിന്നാലേ അള്ളാന്റെ നരകത്തിന്റെ ചൂടിൽ നിന്ന് ഒരു മിനിറ്റ് പോലും താങ്ങാതെ കഴിയുന്നില്ല. പട്ടിണി വേണമെങ്കിൽ 1 ദിവസം 2 ദിവസം ഞാൻ സഹിക്കാം, പക്ഷേ അള്ളാന്റെ നരകത്തിന്റെ ചൂട് അതൊരു സെക്കൻഡ് താങ്ങാൻ കുട്ടിയെ കഴിയില്ല. അതുകൊണ്ട് ഹലാലായി തന്നെ നോക്കി. അതാണ് ആ ഈമാനിലേക്കാണ് അപ്പോൾ നമ്മുടെ വരുമാനം ഹലാലാവും. ഞാനൊരു മലയാളത്തിന്റെ കാര്യം അതുകൂടി പറയാം. ഒരു മണിക്കൂറിൽ പറയാം. അപ്പോൾ അതുകൂടി പറയാം എന്തായാലും. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്തിന്റെ വിനിമയം, ഇടപാട്, അത് നമ്മൾ ഇസ്ലാമികമായ കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ പ്രസംഗിക്കുന്ന എല്ലാ പള്ളിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആളുകളോട് ഏറ്റവും കൃത്യമായിട്ട് പറയേണ്ട ഒരു വിഷയമാണ് സാമ്പത്തിക. അതിന് പറയുന്ന പണ്ഡിതന്മാരെ ഇടക്കിടക്ക് തൗഹീദ് പറയണം, അതോടൊപ്പം തന്നെ സാമ്പത്തികമായ കാര്യം നമുക്കറിയാലോ. അതിന് ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു കുറ്റമായി കാണുന്നത് സാമ്പത്തിക കൃത്യമാണ്, പലിശ. പക്ഷെ സമൂഹത്തിൽ അത് നിർബാധം നടക്കുന്നത്. ഇത് നിർബാധം നടക്കുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ വിചാരിച്ചാൽ കുഴപ്പമില്ല, ഓരങ്ങനെയാണല്ലോ, ഇവരെങ്ങനെയാണല്ലോ, മറ്റോർ അങ്ങനെയാണല്ലോ, നമ്മൾ ബന്ധന അങ്ങനെ ധാരണ അങ്ങനെയാണല്ലോ. ഒരു തെറ്റ് കുറേ ആൾക്കാർ ചെയ്യുമ്പോൾ ആ തെറ്റ് തെറ്റല്ലാതായി മാറുന്നതാണ്. പക്ഷെ ഖുർആൻ പറയുന്നത് ഒരു തെറ്റ് എല്ലാവരും ചെയ്തു വിചാരിച്ച് അത് തെറ്റല്ലാതെ ഒരു ശരി ആരും ചെയ്തില്ല എന്ന് വെച്ച് ആ ശരി ശരിയല്ലാതാവില്ല.
മനുഷ്യന്റെ പ്രയാസം നിങ്ങൾ ഇല്ലാതാക്കാൻ നിങ്ങളെ ഒരു പ്രയാസം പരലോകത്ത് ഇവിടുത്തല്ല, ചെറിയ പ്രയാസമല്ല, പരലോകത്ത് നമ്മളെ ഒരു പ്രയാസം അല്ലാഹു നമുക്ക് ഇല്ലാതാക്കട്ടെ. ഒരു തന്നെ ബുദ്ധിമുട്ട് നമ്മൾ തീർത്തു കൊടുത്താൽ നാളെ പരലോകത്ത് നമ്മളെ ഒരു ബുദ്ധിമുട്ട് അല്ലാഹു തീർത്ത് ഒരാൾക്ക് നമ്മൾ എളുപ്പമാക്കി കൊടുത്താൽ പരലോകത്ത് അല്ലാഹു കൊടുത്താൽ. അപ്പൊ സാമ്പത്തികമായ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ അത് ആർക്കും തരാം. അള്ളാഹിന്റെ റസൂല് വരെ എത്ര സമയത്ത് കടന്നാൻ വേണ്ടി. അപ്പൊ ഒരു മനുഷ്യൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ല, ജീവിതം വരെ കളയും. കടത്തിന് ബുദ്ധിമുട്ടേ, ആത്മഹത്യ ചെയ്ത് അപ്പുറമുള്ള മാർഗം ആരോഗ്യം അത് വല്ലാത്തൊരവസ്ഥയാണ് ഈ കടബാധ്യത പറഞ്ഞത്. അവ കടം കൊണ്ടൊരാൾ ഒരാൾക്ക് കടം വന്നു, അയാളെ സഹായിക്കേണ്ടി വന്നു, നമുക്ക് അയാളെ സഹായിക്കാം. അത് പുണ്യകർമ്മമാണ്. നമ്മൾ ഒരാളെ സഹായിച്ചാൽ നാളെ അല്ലാഹു സഹായിക്കും. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ 2 വട്ടം കടം കൊടുത്താൽ 1 വട്ടം സ്വതക്ക ചെയ്ത കൂലിയുണ്ടായാണ്. ഇതിന് 10,000 രൂപ ഉണ്ട്, ഞാൻ ഒരാൾക്ക് 10,000 കടം കൊടുത്തു, അയാൾ ഒരു മാസം കഴിഞ്ഞിട്ട് തന്നു, ഞാൻ ആ 10,000 വേറൊരാൾക്ക് കടം കൊടുത്താൽ ഞാൻ 10,000 രൂപ സ്വതക്ക ചെയ്ത കൂലി. 10,000 രൂപ ദാനം ചെയ്ത് വെറുതെ കൊടുത്തേ, തിരിച്ചു വാങ്ങാതെ ഒരാൾക്ക് വെറുതെ കൊടുത്ത കൂലിന്റെ അത്രേ 2 വട്ടം കടം കൊടുത്താൽ. അപ്പൊ കടം കൊടുക്കാൻ മടിക്കരുത്. നമ്മൾ പലപ്പോഴും കടം കൊടുക്കാൻ മടിക്കാൻ 2 കാരണമാണ്. 1, നമ്മൾ ആവശ്യത്തിന് എത്ര കിട്ടില്ല. 2, ഇപ്പൊ 1 കൊല്ലം കഴിഞ്ഞോ 2 കൊല്ലം കഴിഞ്ഞോ ഓരോ കിട്ടുമ്പോ ഞാൻ ഇപ്പൊ കൊടുത്ത പണവും അന്ന് കിട്ടുന്ന പണവുമായിട്ട് അതിന്റെ മൂല്യത്തിന് ഭയങ്കര മാറ്റം വരുന്നു. ഇന്നത്തെ 5 ലക്ഷത്തിന് 2 കൊല്ലം കഴിഞ്ഞാല് 2 ലക്ഷത്തിന്റെ വില ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്കത് മൂല്യശോഷമാണ്, അതുകൊണ്ട് കൊടുക്കില്ല. മനസ്സിലാക്കുക, കടം ഒരു ഇബാദത്താണ്. കടം ഒരു ഇബാദത്താണ്. അതിന്റെ ലാഭവും നഷ്ടവും അല്ലാഹുവാണ് നമുക്ക് തരാം. അത് അല്ലാഹുവിന്റെ ഒരാൾ നമ്മൾ കടം കൊടുത്തു, ഒരാൾ തരുന്നില്ല എന്നാ പോയി വിചാരിക്കണ്ട, അത് അല്ലാഹു തരാം. നമ്മൾ പണം കൊടുത്ത് കുറെ കഴിഞ്ഞാൽ കിട്ടിയത് മൂല്യം കുറഞ്ഞു, വേടിക്കണ്ട, അതിന്റെ മൂല്യം അല്ലാഹു തരും. ഒരാൾക്ക് കടം കൊടുത്തു, അയാൾ അപ്പുറത്തുള്ള 5 മക്കളെ തന്നെ നമ്മൾ ആ പൈസക്ക് ഉപയോഗം നടന്നില്ല, വേണ്ട, അല്ലാഹു നമുക്ക് തരും. സക്കാത്ത് കൊടുക്കുമ്പോ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? പള്ളിക്ക് വേണ്ടി 10 ലക്ഷം കൊടുക്കുമ്പോ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അല്ലാഹു തരുന്നല്ലേ. കടം കൊടുക്കുമ്പോൾ പ്രതീക്ഷിക്കുക, ഇത് അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന സ്വാലിഹായ ഒരു അമലാണ്. അതിന്റെ നഷ്ടം അതിന്റെ ലാഭം ഒക്കെ അള്ളാഹു തരും. അതുകൊണ്ട് കടം കൊടുക്കാൻ സാധിക്കുന്ന ആളുകൾ ചോദിച്ചാൽ കടം കൊടുക്കുക, ആർക്കണ്ട, മടിക്കണ്ട. പിന്നെ ആർക്കാ കടം കൊടുക്കണ്ടേ? ആർക്കാ കടം കൊടുക്കണ്ടേ? ജീവിതം അർമാദിക്കുന്നവരല്ല, ആഘോഷിക്കുന്നവരല്ല, ആഡംബരത്തിനല്ല, അനാവശ്യത്തിനല്ല, ഇതിനൊന്നും കടം കൊടുക്കരുത്. തെറ്റായ ഒരു കാര്യത്തിൽ നിങ്ങൾ കടം കൊടുത്താൽ ആ തെറ്റ് ചെയ്തവരെ പോലെ നിങ്ങളും കുറ്റവാളിയാണ്. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാ. തഅവനു അലൽ ബിർരി വത്തഖ്വ വലാ തഅവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നല്ല കാര്യത്തിൽ നിങ്ങൾ അവർക്ക് സഹായിക്കണം, ചീത്ത കാര്യങ്ങളിൽ ഒരുത്തന് കല്യാണം നടത്തണം, ഓരോ 10 ലക്ഷം രൂപ പൊള്ളി കല്യാണം നടത്തണം, ഓരോ 30 പൈസ കിട്ടാണ്ട് നിങ്ങൾ 10 ലക്ഷം തരുമോ, ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് തരാറുണ്ട്, അതിനില്ല. കാരണം കടം വാങ്ങേണ്ടത് ജീവിതത്തിൽ പറ്റ കുടുംബങ്ങളാണ്. ഞാൻ പറയുന്നത് ആ കുടുങ്ങിയവനെ നമ്മൾ കൊടുക്കേണ്ടിയുള്ളൂ, അല്ലാത്തല്ല. പൈസ എടുത്തിട്ട് അത് പറയാം, എന്റെ അടുത്ത് പൈസ എടുത്തിട്ടില്ല, അതിനെത്തില്ല. കുടുങ്ങിയവർക്ക് ആവശ്യത്തിന് അത്യാവശ്യത്തിന് നമ്മൾ കടം. അനാവശ്യങ്ങൾക്ക് കണ്ടെത്തിയാൽ പാടില്ല. അനാവശ്യമായ ഒരു കാര്യത്തിന് നമ്മൾ പണം കടം കൊടുത്താൽ അവൻ ചെയ്യുന്ന അനാവശ്യത്തിൽ നമ്മളും പങ്കാളിയാണ്, ആ കുറ്റത്തിൽ നമ്മളും കുറ്റവാളിയാണ്. അവ നല്ല കാര്യത്തിന് അത്യാവശ്യത്തിനാണ്. ഇനി കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കടം എന്ന സാധനം ഒരു ലാഭവും ഭൗതികമായി മോഹിക്കാൻ പാടില്ലാത്ത സാധനമാണ്. ദുനിയാവില് ഒരു ലാഭവും മോഹിക്കാൻ പാടില്ല കടമുണ്ട്. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ അടക്കമുള്ള ഗവൺമെന്റ് തലത്തിലോ സ്വകാര്യ തലത്തിലോ ആയ ഒട്ടുമിക്ക സാമ്പത്തിക സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? കടം കൊടുത്തിട്ട്
അതിന്റെ വരുമാനം കൊണ്ടല്ല. വലിയ മൾട്ടിനാഷണൽ ബാങ്ക് മുതൽ നമ്മുടെ നാട്ടിലെ കുക്കളം ബ്ലേഡ് കമ്പനി വരെ നടക്കുന്നത് ആളുകൾക്ക് കടം കൊടുക്കുക, അതിന്റെ പേര് അവരെ കൂടുതൽ പണം ഈടാക്കിയിട്ട് അതുകൊണ്ട് സമ്പന്നരായി മാറാം. ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് ഏത് ഏജൻസി ആകട്ടെ, ഇന്ന് നമ്മുടെ നാട്ടിലെ 99% ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും കടം കൊടുത്ത് അതിന്റെ വരുമാനം കൊണ്ട് സമ്പന്നരാക്കാം. ആദ്യം നിശ്ചിതമായി എതിർക്കുക. കടം കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങുന്ന വരുമാനം അത് പണമായിട്ടോ സേവനമായിട്ടോ സഹായമായിട്ടോ എന്താവട്ടെ, കടം കൊടുത്തിട്ട് അതിന് പകരം നിങ്ങൾ ഒരു പ്രതിഫലം ഭൗതികമായി കൊടുക്കുന്നുവെങ്കിൽ ആ പ്രതിഫലത്തിന്റെ പേര് പലിശ. നമ്മുടെ നാട്ടിൽ സാധാരണ വെറുതെ വേണ്ട, ഞാൻ ആദ്യം തരാം 2 ലക്ഷം രൂപയ്ക്ക് നാട്ടിലനുസരിച്ച് മാസത്തിൽ 3000-4000 തരാം, പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടത് ആ കുറിച്ചൊക്കെ ഞാൻ പൈസ തരാം. നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്ന ഒരു സാമ്പത്തിക വ്യവഹാരം പാവപ്പെട്ടവർ വരെ മാസത്തെ പിരിഞ്ഞ് കിട്ടി സൂക്ഷിച്ചു വെച്ച പൈസ, ആ പൈസ വെള്ളരിയിലും കടയിലൊക്കെ കൊടുക്കാണ്ട് അതിന്റെ മാസാമാസം വരുമാനം കൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ നമുക്ക് മറ്റൊരുത്തന്റെ സാമ്പത്തിക അവസ്ഥയിൽ അല്ലെങ്കിൽ സാമ്പത്തിക ഏർപ്പാടിൽ നമുക്ക് പണം നിക്ഷേപിക്കുകയോ അവരുമായിട്ട് പങ്കാളിയാവുകയോ ഒക്കെ ചെയ്യാം. അത് വേറെ വിഷയം. കട എനിക്ക് കൊടുത്തതാണ് ഒരു ഉപ്പിക ഐറ്റമേ ലാഭമായിട്ടോ സമ്മാനമായിട്ടോ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അയാൾക്ക് കടം കൊടുത്താലേ അതുകൊണ്ട് നാളെ എന്തെങ്കിലും കാര്യം കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ നാട്ടിലെ വലിയ പൈസക്കാരുടെ ഇപ്പൊ കുഞ്ഞിന് മൂപ്പർക്ക് ഞാൻ കടം കൊടുത്താലേ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുള്ളൂ. പക്ഷെ മൂപ്പരെക്കൊണ്ട് എനിക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ നടക്കും. അടുത്ത ഇലക്ഷൻ MLA ആവുന്നതായിരുന്നപ്പോ മൂപ്പരെക്കൊണ്ട് ചില കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് ഇപ്പൊ ദേശം പൈസ കൊടുത്തിട്ട് എന്ത് വിചാരിച്ച് കടം കൊടുത്താൽ കടം ഒരു വിവാദത്താണ്. അതിന്റെ കൂലി മുഴുവനും അള്ളാഹുവിലേക്ക് തന്നെ പ്രതീക്ഷിക്കാം. അതൊന്നും പ്രതീക്ഷിക്കാം. കടം കൊടുത്തോ അത് അമ്മാടെ, അത് പോയോ അത് അമ്മ, അത് നഷ്ടം പറ്റുമോ അമ്മ. കടം 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 കൊണ്ട് ലാഭം, കടം കൊടുത്തിട്ട് ലാഭം അത് കഴിച്ച. രണ്ടാമത്തെ വിഷയം കടം വാങ്ങുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യമാണ് കടം വാങ്ങൽ. വളരെ ശ്രദ്ധിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരു മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊടുത്താൽ റസൂലുള്ളാഹി ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇയാൾക്ക് കടം തോന്നാം. അത് കടുകനാണെന്നല്ല, ഇയാൾ വ്യഭിചരിച്ചോ അറിയില്ല, ഇയാൾക്ക് കടം തോന്നും. കടണ്ട് വീട്ടാൻ സ്വത്തുണ്ടോ? ഉണ്ട്. നാ വീട്ടണം കേട്ടോ, വീട്ടാൻ സ്വത്തില്ല പക്ഷെ വീട്ടാൻ ആളുണ്ട്, ഞാൻ ഏറ്റെടുത്തു, നാ വീട്ടണം കേട്ടോ. കടണ്ട്, വീട്ടാൻ സ്വത്തില്ല, വീട്ടാൻ ആളില്ല. റസൂൽ പറഞ്ഞേ വ്യഭിചരിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലപ്പെട്ട പെണ്ണിന് വേണ്ടി നബി നിസ്കരിച്ചിട്ടുണ്ട്. സഹാബത്ത് കുപ്പായം വെച്ച് വലിച്ച് നബിയെ വ്യഭിചാരിക്ക് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണ്ട. നബി പറഞ്ഞു അവരുടെ പശ്ചാത്താപമുണ്ടല്ലോ, അതിന്റെ വില എനിക്കറിയില്ല, ഞാൻ നിസ്കരിക്കും. പക്ഷേ കടമുള്ളവരാണ്. അവസാന കാലത്ത് പ്രവാചകർക്ക് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായപ്പോ, സാമ്പത്തികമായ കഴിവൊക്കെ ഉണ്ടായപ്പോ, വൈദ്യുമാലിന് പൈസ ഉണ്ടായപ്പോ നബി പറഞ്ഞു ഇനി ആരെങ്കിലും കടബാധ്യതയോടുകൂടി മരിച്ചാൽ ആ കടം എന്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ അത് എല്ലാവരും കടം. അതായത് വീട്ടാൻ പകല്ലാത്ത എല്ലാവരും കടം ചെയ്യും. അവ കടത്തിന്റെ ഗൗരവം തീർന്നില്ല. ഒരാള് ഇസ്ലാമിന് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് മരിച്ചാൽ അയാൾ ശഹീദ് തന്നെ. എന്താ ഷഹീദിന്റെ പ്രത്യേകത? ആ ഷഹീദിന്റെ എല്ലാ പാപവും നമ്മൾ പുറത്തു കൊടുക്കുക.
കഴിയാത്ത കടം എന്റെ തലയിൽ വന്ന് ശരിയാ. അല്ലാഹുവേ, അത്തരമൊരവസ്ഥയിൽ എന്നെ നീ കാത്തിരക്ഷിക്കണേ. കടം വീട്ടാൻ കഴിയുന്ന കടയുമാണ്. നമ്മൾ പലപ്പോഴും വേഗത്തിലൂടെ ആരാന്റെ മക്കൾ ആരാന്റെ കൃഷി കാണിച്ചിട്ടും ആരാന്റെ വീടറിവ് കാണിച്ചിട്ടും ആരാന്റെ ആധാര ലക്ഷണമൊക്കെ നമ്മളങ്ങനെ കടം ബാങ്ക് മാനേജർ പഞ്ചായത്താരും കൂടി ആരാണ്ടല്ലോ പല കടമേ ദേശ രാഷ്ട്രീയ അപ്പോൾ അവന്റെ മനസ്സിൽ എന്റെ ഒരു ഞാൻ അറിയുന്ന ഒരാൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ ഈ ഓണം അപ്പൊ നാളെ മരിച്ചു പോയ ആരുടെ സ്വത്തോ ജപ്തി കൊണ്ടുപോലെ ആരുടെ കുട്ടികൾ പഠിക്കാവരെ അതിനോട് ചോദിച്ചു എനിക്ക് ബുദ്ധിമാണ് ഓരോ സ്വന്തം പണം ഇവിടെ ചിലപ്പോ ബാങ്ക് മാനേജർ പൈസ കൊടുത്താൽ എഴുതാണു, ചിലപ്പോ കോടതിയിൽ പാപ്പരാകും. പക്ഷേ അള്ളാന്റെ കോടതിയിൽ പറഞ്ഞേ കടം തിരിച്ചു കൊടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഒരാൾ കടം പറഞ്ഞു അവന് തിരിച്ചു കൊടുക്കേണ്ട മാർഗം അമ്മക്കാണ്. എന്നാൽ തിരിച്ചു കൊടുക്കൂലെന്ന് ഉറപ്പിച്ചുകൊണ്ട് കടം വാങ്ങിയാലോ ചില ആൾക്കാരുണ്ട് അമ്മോശക്കാരെ കടം പെണ്ണുങ്ങളെ പറഞ്ഞു രണ്ടായിരങ്ങൾ തരാം അമ്മോശക്കാർക്ക് ചോദിക്കാൻ പറ്റില്ല. പിന്നെ മാറോട് വന്നിട്ട് ഞാൻ ഒരാടെ പൈസ രണ്ടെണ്ണം ചോദിച്ചാൽ മറ്റേ വാങ്ങിയതിന് അല്ലെങ്കിൽ കൊടുക്കാതെ കമ്പനി അപ്പോ കൊടുക്കാതെക്കാൻ വേണ്ടി കടം വാങ്ങിയാൽ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് കടം വാങ്ങിയാൽ അത് കൊടുക്കാതെ മാർഗം അപ്പോ കടത്തിന്റെ പലിശ തൊടാനേ പാടില്ല. പലിശ അല്ലാത്ത കടം തന്നെ നമ്മക്ക് കൊടുക്കാൻ കഴിയുന്ന കടം ഭക്ഷണമില്ലാതെയപ്പോ തന്റെ പടയൊക്കെ ഒരു ജൂതന് പണയം വെച്ചിട്ടാണ് അതോട് കിട്ടിയ അരികൊണ്ട് ഗോതമ്പ് കൊണ്ടല്ലേ സുൽത്താന്റെ വീട്ടിൽ ആ കടമില്ലാതെ പണയം വന്നിട്ടുണ്ടല്ലോ അത് വിട്ടിട്ട് പൈസ ചെറിയ ആണെങ്കിൽ പണയം അല്ലെങ്കിൽ വീട്ടാത്ത സ്വത്ത് കൈക്ക് സ്വത്ത് കിട്ടും അതിന് രേഖയും പ്രമാണപ്പെടുത്താൻ കൂടാതെ 6000 ചില്ലാന ആയത്തുള്ളത് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് അല്ലെങ്കിൽ ചെറിയ ആയത്തിൽ ഒരൊന്നര പേര് നിങ്ങളുടെ ആയത്തിന്റെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലാണ്. ആ ആയത്തിന്റെ പേര് പറയുന്നത് ആയത്ത് എന്ന വാക്കിന്റെ അർത്ഥം കടം. കടത്തിന്റെ ആയത്ത് നൽകി അങ്ങനെ പേര് വരാൻ കാരണം ആ ആയത്തിൽ കടം വാങ്ങുന്നവനും കൊടുക്കുന്നവനും പാലിക്കേണ്ട നിബന്ധനകൾ അള്ളാഹുവിന്റെ അമാനിമലയിലെ പരിഭാഷ ഉണ്ടെങ്കിൽ സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ കണ്ടേ അതിന്റെ
നഷ്ടമാണെങ്കിലോ നഷ്ടം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കടവും നിശ്ചയവും തമ്മിലുള്ള വ്യത്യാസം കാര്യങ്ങള്. കടത്തിന് ഇങ്ങോട്ട് വരുമാനം കിട്ടുക, ചിലപ്പോൾ കൊടുത്ത പൈസ എന്ത് വന്നാലും മുഴുവൻ നമുക്ക് കിട്ടും, അതാണ് കടം. എന്നാൽ നിശ്ചയം അങ്ങനെയല്ല, അത് കൂടിയാൽ കൂടുതൽ കിട്ടും, കുളിക്കാൻ പോകും. ഞാൻ പോകുന്ന ആൾക്കാരെ 1000 രൂപ വെച്ച് വാങ്ങിയാൽ 10 ആൾ കൂടിയാണ് ഇവിടെ നല്ല കച്ചവടം തുടങ്ങി. ഒറ്റ മാസം കൊണ്ട് കൂട്ടിയെടുക്കുമ്പോൾ വണ്ടി കൂടി കൊടുക്കണം, ലാഭം നഷ്ടം. എന്നാലേ എനിക്ക് മാത്രമല്ല പോകുക, എനിക്ക് 1000 തന്ന ആൾക്കാരുടെ പൈസ നമ്മളെ കാസർഗോഡ് വെള്ളരി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ എനിക്കെന്റെ മലപ്പുറത്ത് നല്ലൊരു സുഹൃത്ത്, അയാള് ഗൾഫിൽ വന്നിട്ട് കുറെ ആളുകളുടെ പണം പാർട്ട്ണർഷിപ്പായിട്ട് കൂട്ടിയിട്ട് ബിസിനസ് ചെയ്യും. പക്ഷേ അപ്രതീക്ഷിതമായ കാരണങ്ങളാണ് ബിസിനസ് പൊളിഞ്ഞ് പാപ്പറായി. കുറച്ചു കാലൊക്കെ ലാഭം കിട്ടി നടന്നപ്പോ പിന്നെ ലാഭം കിട്ടുന്നത് നിന്നു, നല്ല ബിസിനസ് പൊളിഞ്ഞു. അയാൾ പാർട്ട്ണർമാരുടെ വന്ന് ഞങ്ങൾക്ക് പൈസ വേണം, പൈസ വേണം, പൈസ വേണം. അവസാനം അയാളുടെ വീട് വിറ്റ് അവർക്ക് പൈസ കൊടുത്തു. അയാൾക്ക് വാടക കഴിയാം. പാർട്ട്ണർഷിപ്പില് നഷ്ടം വന്നാൽ എല്ലാവർക്കും നഷ്ടമില്ല, ലാഭം വന്നാൽ എല്ലാവർക്കും ലാഭം. അത് പാർട്ട്ണർഷിപ്പ് ആയാലും ശരി, അത് നിശ്ചയമായാലും ശരി, അത് പിന്നെ ഏത്